ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി ബിറദ്വാനില്ലാഹ് അമ്മാ ബഅദ്. ഫഖദ് ഖാല അൻ-നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ-കയ്യിസു من دان نفسه وعمل لما بعد الموت. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറെ ആദരവുകളുള്ള സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട മോമിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇവിടുത്തെ ഒരുമിച്ച് കൂടൽ കബൂൽ ചെയ്യുമാറാവട്ടെ. നല്ല കാര്യങ്ങൾ അറിയാനും പറയാനും അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരണപ്പെടാനും നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ദുആഇന് ഉത്തരം ലഭിക്കുന്ന സ്ഥലങ്ങളെയും സമയങ്ങളെയും പരിചയപ്പെടുത്തുന്ന ഇമാം ഖറാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥത്തിൽ ഒരു സ്ഥലം പ്രത്യേകമായി പറയുന്നു. ഇൽമിന്റെ അഹ്ലുകാർ താമസിക്കുന്ന സ്ഥലം. അത് മുഅല്ലിമീങ്ങൾ, മുദരിസുമാർ, മുതഅല്ലിമുകൾ അവരെല്ലാവരും അവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ദുആഇന് ഇജാബത്തുണ്ട്. കേരളത്തിൻ്റെ അകത്തും പുറത്തും എന്ന് പറഞ്ഞാൽ ചെറുതാവും. ലോകത്തിൻ്റെ നാലുപാടുകളിൽ ദാഇമാരെ നൽകുന്നതിൽ വലിയ പങ്ക് വഹിച്ച പൂനൂർ മർക്കസ് ഗാർഡന്റെ ക്യാമ്പസിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഒരുപാട് ആലിമീങ്ങൾ, മുതഅല്ലിമുകൾ താമസിക്കുന്ന സ്ഥലത്താണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഇൽമിന്റെ മജ്ലിസാണ് എന്നതിൻ്റെ പുറമെ മുഴുവൻ മതസ്ഥാപനങ്ങളുടെ ക്യാമ്പസുകളും ദുആഇന് ഉത്തരമുള്ള സ്ഥലമായി നാം മനസ്സിലാക്കണം. കാരണം ഇൽമിന്റെ അഹ്ലുകാർ താമസിക്കുന്ന സ്ഥലത്തിന് വലിയ പ്രത്യേകത ഉണ്ട്. ദുആഇന് ഉത്തരം കിട്ടുന്ന സമയം, സ്ഥലം, ഇവിടങ്ങളിലെല്ലാം ഏറ്റവും പ്രധാനമായി ദുആ ചെയ്യേണ്ടത് 3 കാര്യമാണെന്ന് ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു എഴുതി വെക്കുന്നുണ്ട്. അതിലൊന്ന് ഹുസ്നുൽ ഖാത്തിമ, ശോഭനമായ അന്ത്യം, ഈമാനോടുള്ള മരണം. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും ആഖിബത്ത് നന്നാക്കി തരുമാറാവട്ടെ. രണ്ടാമത്, നമ്മൾ ഹജ്ജിനെത്തിയാൽ, സിയാറത്തിന് പോയാൽ, ദുആഇന് ഉത്തരം കിട്ടുന്ന അവസരങ്ങൾ ലഭിക്കുമ്പോഴെല്ലാം ചോദിക്കേണ്ട, ആഗ്രഹിക്കേണ്ട രണ്ടാമത്തെ കാര്യം
വരിളുവാനും മിനല്ലാഹ്, അല്ലാഹു എന്നെ തൃപ്തിപ്പെടണം എന്നതാണ്. കാരണം ഒരു മനുഷ്യന് ഈ ലോകത്ത് ലഭിക്കുന്ന ഏറ്റവും വലിയ കാര്യം വരിളുവാനും മിനല്ലാഹി അക്ബർ, അല്ലാഹുവിന്റെ ഇഷ്ടമാണ്. അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ വേറെ നമുക്കൊന്നും ചിന്തിക്കാനില്ല. ലോകത്തെല്ലാവരും നമ്മളെ വെറുത്തു, അപ്പോഴും അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെന്തിനാ പേടിക്കുന്നത്? ലോകത്ത് ഒരുപാട് ഫാൻസ് ഉണ്ട് നമുക്ക്. വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴേക്ക് 2 മില്യൺ വ്യൂവേഴ്സ്. അല്ലാഹുക്ക് നമ്മളെ ഇഷ്ടമല്ല. എന്താ അതിനെ കൊണ്ട് കാര്യം? എന്താ കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കേണ്ടതാണ്, നിലവിൽ കറന്റ് സ്റ്റാറ്റസ് അനുസരിച്ച് എൻ്റെ റബ്ബായ അല്ലാഹു എന്നെ ഇഷ്ടപ്പെട്ടിട്ടാണോ ഉണ്ടാവുക? ആ ചിന്ത നമുക്കുണ്ടാവുകയും ഉത്തരം പ്രതീക്ഷിക്കുന്ന മുഴുവൻ സമയങ്ങളിലും സ്ഥലങ്ങളിലും അതിനുവേണ്ടി ദുആ ചെയ്യുകയും വേണം. അല്ലാഹു തൃപ്തിപ്പെടുന്ന അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അങ്ങനെ തൃപ്തിപ്പെട്ട ഒരു മഹാന്റെ പേരിൽ ഒരുമിച്ചുകൂടിയ മജ്‌ലിസിലാണ് നമ്മൾ ഉള്ളത്. മൂന്നാമത് ഒരു മനുഷ്യൻ ആഗ്രഹിക്കേണ്ടതും ദുആ ചെയ്യേണ്ടതും എന്താണ്? വമഗ്ഫിറത്തും മിനല്ലാഹ്, ദോഷങ്ങളെല്ലാം പുറത്തു കിട്ടണം. ദോഷം പുറത്താൽ തന്നെയും ആ ദോഷം കൊണ്ട് നരകത്തിൽ പോകില്ല എന്നേ ഉള്ളൂ. മിസ്കാല ദർറത്തിൻ ശർറൻ യറ, എന്തെങ്കിലും ഒരു ബർക്കത്ത് കമ്മി ജീവിതത്തിൽ പിന്നെയും വേട്ടയാടിക്കൊണ്ടിരിക്കും. ഏറ്റവും ചുരുങ്ങിയത് ആ തെറ്റ് ഇടയ്ക്കിടെ ഓർമ്മ വരും. പിന്നെയും ആ തെറ്റ് ചെയ്താലോ എന്ന ചിന്ത വരും. അതാണ് ഈ തെറ്റിന്റെ ദുരന്തം. തൗബ സ്വീകരിച്ചാൽ ആ തെറ്റിന്റെ കാരണം കൊണ്ട് നരകത്തിൽ പോകില്ല. ശരി, എല്ലാം പുറത്ത് പരലോകത്ത് ഇയാൾ എത്തിയാൽ അല്ലാഹു അയാൾ ഒറ്റക്ക് വിളിക്കും. ഇങ്ങോട്ട് വാ, വരി, വിളിച്ചിട്ട് പറയും, നിന്റെ ദോഷങ്ങളൊക്കെ പുറത്തിട്ടുണ്ട്. ശരി, നിന്നെ ആളെ മുമ്പിൽ ഞാൻ വഷളാക്കാതിരുന്നതാ. പിന്നെ ദോഷം പുറത്ത് നേരെ അങ്ങ് സ്വർഗത്തിൽ പോകുമ്പോൾ ചിലപ്പോൾ നിനക്ക് തോന്നും ആ തെറ്റൊന്നും അല്ലാഹ് അറിയില്ലായിരുന്നു. അങ്ങനെ വിചാരിക്കണ്ട. നീ ചെയ്ത മുഴുവൻ തെറ്റും ഞാൻ പുറത്തു തന്നതാണ്. ആ തെറ്റൊക്കെ ഞാൻ അറിയും. ഫേസ് ടു ഫേസ് അല്ലാഹ് നമ്മളോട് ഞാൻ അറിയും എന്ന് പറയുന്നതാണ് ശരിക്കും 1000 തവണ നരകത്തിൽ പോകുന്നതിനേക്കാൾ നമ്മൾ പേടിക്കേണ്ടത് എന്ന് ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ എഴുതി വെക്കുന്നുണ്ട്. ഞാൻ അറിയും എന്ന് പറയുന്നത്. അപ്പൊ അതൊന്നും ഇല്ലാത്ത വണ്ണം മഗ്ഫിറത്ത് കിട്ടണം. ഏടിൽ നിന്ന് വായിക്കണം. ചെയ്തു പോയ തെറ്റ് ഏത് സ്ഥലത്തു നിന്നാണോ ആ സ്ഥലത്തിന് മറപ്പിക്കണം. മലക്കുകളുടെ മൈൻഡിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം. അല്ലാഹു അതിന്റെ പേരിൽ ഒരു തരത്തിലും നമ്മളെ വഷളാക്കാതിരിക്കണം. ആ അർത്ഥത്തിലുള്ള മഗ്ഫിറത്ത് കിട്ടണം. അതാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. അല്ലാഹു നമുക്ക് മഗ്ഫിറത്ത് കൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ 3 കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ പ്രഭാഷണം. ഹുസ്നുൽ ഖാത്തിമ, റിളവാനും മിനല്ലാഹ് വ മഗ്ഫിറത്തും മിനല്ലാഹ്. എല്ലാ മുഅ്മിനീങ്ങളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈമാനോടെ മരിച്ചു കിട്ടണം എന്നുള്ളത്. ഒരാൾക്ക് ഈമാനും തഖ്വയും കൂടുന്നതിനനുസരിച്ച് ഈമാനോടെ മരിക്കണം എന്നുള്ള ആഗ്രഹം കൂടും. ഒരാളുടെ ഈമാൻ ദുർബലമാകുന്നതിനനുസരിച്ച് അയാൾക്ക് അത്തരത്തിലുള്ള ചിന്തയും ദുർബലപ്പെടും. ഒറിജിനൽ മുഅ്മിനാണെങ്കിൽ അയാൾക്ക് എപ്പോഴും പേടിയുണ്ടാകും. മിൻ ഖിബലില്ലാഹി തആല,
അയഖുദ മിൻഹുൽ ഈമാൻ, എൻ്റെ ഈമാൻ അല്ലാഹു ഊരിക്കളയുമോ എന്ന പേടിയുണ്ടാവും. അത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളുടെ അൽ ഇസ്തിഅദാദ് ലിയൗമിൽ മആദ് എന്ന കിതാബിൽ അത് എഴുതി വെക്കുന്നുണ്ട്. ഒരാൾ ഒറിജിനലി മുഅ്മിനാണെങ്കിൽ, നല്ല മുഅ്മിനാണെങ്കിൽ അയാൾക്ക് പേടിയുണ്ടാകും, എൻ്റെ ഈമാൻ ഊരിപ്പോകുമോ നഷ്ടപ്പെടുമോ എന്ന പേടിയുണ്ടാകും. അതാണ് നേരത്തെ ഉദ്ഘാടന പ്രഭാഷണത്തിൽ സ്വഹാബത്തിനെ പറഞ്ഞത്. പല സ്വഹാബിമാരുടെയും ജീവിതം വായിച്ചാൽ നമുക്ക് കാണാം, അവർ വഫാത്തിന്റെ സമയത്ത് കരയുന്നവരായിരുന്നു. എന്താ കാരണം? അവര് കരയാനുള്ള കാരണം എന്താ? അവർ കരയാനുള്ള കാരണം, സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നല്ലാഹ തആല ഖബല ഖൽഖഹു ഖബലതൈൻ. ആ സ്വഹാബി പറയാണ്, ശിഷ്യന്മാരായ താബിഈങ്ങളോട് പറയാണ്, അല്ലാഹു അവന്റെ സൃഷ്ടികളെ രണ്ടു പാർട്ടായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. ഹഉലാഇ ഫിൽ ജന്ന, ഒരു വിഭാഗം സ്വർഗ്ഗത്തിലും, വഹഉലാഇ ഫിന്നാർ, മറ്റൊരു വിഭാഗം നരകത്തിലും. വലാ അദ്രി ഫീ അയ്യിൽ ഖബലതൈനി കുന്തു, ഞാൻ ഏത് വിഭാഗത്തിലാണെന്ന് അറിയില്ലല്ലോ എന്ന് പേടിച്ചവർ കരയുകയാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് തന്റെ മുസ്നദിൽ റിപ്പോർട്ട് ചെയ്യുന്നു, അസ്വഹാബത്തു കുല്ലുഹും ഫിൽ ജന്ന, എല്ലാ സ്വഹാബത്തും സ്വർഗ്ഗത്തിൽ ഉറപ്പാ, എന്നിട്ടും അവർ കരയാണ്. സ്വഹാബിമാരുടെ ഒന്നാമത്തെ ലീഡറായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആരെങ്കിലുമൊക്കെ മദ്ഹ് ചെയ്താൽ സിദ്ദീഖ് തങ്ങൾ കരയും. ഇമാം ഖുശൈരി തങ്ങൾ പറയാം. എന്നിട്ട് സിദ്ദീഖ് തങ്ങൾ എന്താ പറയാ? അല്ലാഹുവേ, എന്നെ ഈ നാട്ടുകാർ അറിയാത്തോണ്ടാണ് ഇങ്ങനെ പുകഴ്ത്തുന്നത്. ശരിക്കും എൻ്റെ ഉള്ളറിയാണെങ്കിൽ ഇവരെന്നെ പുകഴ്ത്തൂല. ഈ നാട്ടുകാരെന്നെ പുകഴ്ത്തിയത് കൊണ്ട് നീ എന്നെ പിടിച്ച് ശിക്ഷിച്ചേക്കല്ല റബ്ബേ. കണ്ടോ, ഒരു മുഅ്മിൻ ഉണ്ടാവേണ്ട നിലപാടാണ് സിദ്ദീഖ് തങ്ങൾ പഠിപ്പിച്ചിരുന്നത്. പലപ്പോഴും സിദ്ദീഖ് തങ്ങൾ മരങ്ങളൊക്കെ കണ്ടാൽ പറയൂ, എത്രേ ഈ മരത്തിന്റെ കൊമ്പോ ഇലകളോ ആയിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ജീവി വന്ന് കടിച്ച് തിന്നിട്ട് കൊണ്ടുപോകുമായിരുന്നു, പിന്നെ അബൂബക്കറിന് നാളെ ഹിസാബ് നേരിടേണ്ടി വരൂലോ. ഒരു മുഅ്മിന്റെ നെഞ്ചിലെ ഒരു രോമായിരുന്നുവെങ്കിൽ അബൂബക്കർ, ആ മുഅ്മിൻ അങ്ങ് സ്വർഗത്തിൽ പോകുമ്പോൾ പോകുമല്ലോ, ഈ അബൂബക്കർ എങ്ങനെ ഒറ്റക്ക് പോകുക എന്ന് വിചാരിച്ച് കരയുകയാണ്. അതാണ് ഷെഹ്റാനി ഇമാം റഹിമഹുല്ലാഹ് പറഞ്ഞത്, ആഖിറത്ത് ഓർത്ത് പേടിക്കണമെങ്കിൽ ആദ്യം ഈമാൻ ഉണ്ടാവണം. ഈമാൻ എത്രത്തോളം കൂടുന്നോ അത്രത്തോളം ആഖിറം ഓർത്ത് പേടിക്കും. അപ്പൊ മഹാന്മാര് ഏറ്റവും കൂടുതൽ കരണ്ട ഒരു കാര്യമാണ് ഈമാനോടാവോ ഇല്ലയോ എന്ന് ആശങ്കപ്പെട്ടിട്ടുള്ള കരച്ചിൽ. ഇബ്നു അബീ മുലൈക റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, സ്വഹീഹുൽ ബുഖാരിയിലില്ലേ, 120 സ്വഹാബിമാരുടെ കൂടെ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും പേടിക്കണത് അവരുടെ ഈമാന്റെ കാര്യം ഓർത്തിട്ടാണ്. ഞാൻ മുനാഫിക്കാണോ എന്ന് പേടിയുള്ളവരാണ് സ്വഹാബത്ത് അടക്കമുള്ള ഔലിയാക്കൾ. നമുക്കും പേടിയുണ്ടാവണം. ഞാൻ ഈ കളിക്കുന്നൊക്കെ ഫോട്ടോക്ക് വേണ്ടിയാണോ, ആളെ കാണിക്കാൻ വേണ്ടിയാണോ, അങ്ങനെ ആയിപ്പോകുന്നുണ്ടോ? ഈ പേടി നമുക്ക് എപ്പോഴും ഉണ്ടാവണം. സുബഹ് നിസ്കാരത്തിന് കുത്തേറ്റിട്ട് മരണത്തോട് മല്ലിടുന്ന ഘട്ടത്തിലും ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന കണ്ടില്ലേ, ഹുദൈഫ തങ്ങളെ, നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുനാഫിഖീങ്ങളുടെ ലിസ്റ്റ് തന്നിട്ടില്ലേ, സ്വഹാബിയായി ചമന്ന് നടക്കുന്നവർ? യെസ്, ആ ലിസ്റ്റിൽ ഈ ഉമർ ഉണ്ടോ നോക്കുമോനെ.
ഹുദൈഫങ്ങൾ കരഞ്ഞു. എന്താ ഉമർ നിങ്ങളെ പറയണത്? നിങ്ങളെ പേരൊന്നും ഇതിലുണ്ടാവില്ല. അന്നേരം ഉമർ നിങ്ങൾ അൽഹംദുലില്ലാഹ് ഞാൻ ഇല്ലല്ലേ എന്നല്ല പറയണത്. ഹദ്ദിദിൻ നളറ യാ ഹുദൈഫ, ശരിക്കും നോക്കുമോനെ ഹുദൈഫ, അതിൽ ഉമർ കുടുങ്ങിയിട്ടുണ്ടോ നോക്കുന്നു. ആര്? റസൂലുള്ളാഹിന്റെ തൊട്ടിപ്പുറത്ത് ഖിയാമന്നാൾ വരെ കിടക്കുന്ന നേതാവാ പറയണത്. ഞാൻ മുനാഫിക്കാണോ എന്ന് നോക്കുമോനെ. നമുക്ക് പേടി വേണം. ഉസ്താദുമാർക്ക് വെള്ളം കൊടുക്കുമ്പോൾ സ്റ്റേജുമ്മ കയറുമ്പോൾ വേറൊരാളുടെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് ഫോട്ടോ എടുപ്പിക്കണ നാടകത്തിൻ്റെ കാലത്ത് നമുക്കൊക്കെ ഒന്നൊരു പേടി ഉണ്ടാവണം. നല്ലതാണ്. ഈ കളിക്കുന്നൊക്കെ നാടകമായി പോകുന്നുണ്ടോ? ആരെങ്കിലുമൊക്കെ കാണാനാണോ ഞാനിത് ചെയ്യുന്നത് എന്നൊരു പേടി വേണം. എന്താ ഇപ്പോൾ നമ്മളൊരു ഫോട്ടോയിലൊക്കെ കുടുങ്ങിയിട്ട് കിട്ടേണ്ടത്? ഒരു നോട്ടീസിൽ പേരുണ്ടായതുകൊണ്ട് നമുക്ക് എന്താ ഇപ്പം സംഭവിക്കുക? എന്താ ഇപ്പം കിട്ടുക? പേടി വേണം. ഇനി ഒരാൾക്ക് പേടിയില്ലെങ്കിലോ? മാ അമിന അഹദുൻ അലാ ദീനിഹി ഇല്ലാ സുലിബാന. ഒരാൾക്ക് തോന്നുകയാണ് എൻ്റെ ഈമാൻ നഷ്ടപ്പെടാനോ? എൻ്റെയോ? നമ്മളെത്ര കാലമായി ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത്? എത്ര കാലമായി ഖൈറാത്തിന്റെ മേഖലയിൽ ഞാൻ നിൽക്കുന്നത്? എൻ്റെ ഈമാൻ എനിക്ക് നഷ്ടപ്പെടുവോ എന്നൊരാൾക്ക് സ്വന്തത്തെക്കുറിച്ച് ഭയങ്കര കോൺഫിഡൻസ് വന്നാൽ ഇല്ല സുലിബ, അയാൾ ഈമാൻ നഷ്ടപ്പെടും എന്ന് സയ്യിദുനാ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അങ്ങനെയൊന്നും നമുക്ക് തോന്നരുത്. നമുക്ക് പേടി വേണം. വഫാത്തിന്റെ സമയത്ത് സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു കരയാണ്. അപ്പൊ ആൾക്കാർ ചോദിച്ചു എന്താ കരയണത്? ഇബ്നു അബി ദുനിയ തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. എന്താ കരയുന്നത്? അതിന് മഹാൻ നൽകിയ മറുപടി എന്താ അറിയോ? അഖാഫു അൻ അകൂന ഫീ ഉമ്മിൽ കിതാബി ഷഖിയ്യ. അല്ലാഹുവിന്റെ കണക്കിൽ ഞാൻ പരാജയപ്പെട്ട ആളാണ് എന്നെങ്ങാനും എഴുതി വെച്ചാലോ എനിക്ക് പേടിയാവുന്നു. നീണ്ടകാലം ഇബാദത്ത് കൊണ്ട് ഈ ഉമ്മത്തിന്, ഈ സമുദായത്തിന് വെളിച്ചം നൽകിയ മുജ്തഹിദാണ് സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഒരു കരയാ. വയഖൂൽ, തുടർന്ന് പറയാണ്, അഖാഫു അൻ നുസ്ലിബൽ ഈമാൻ ഇൻദൽ മൗത്ത്. എൻ്റെ മരണസമയത്ത് എൻ്റെ ഈമാൻ ഊരിക്കളയുമോ എന്ന പേടിയാണ് എനിക്ക്. പേടി കൂടും എപ്പോ? ഈമാൻ കൂടിയാൽ. പേടി ഉണ്ടാവില്ല എപ്പോൾ? ഈമാൻ കുറഞ്ഞാൽ. ആ പേടിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത്. അങ്ങനെയാണെങ്കിൽ യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം എന്ന ദിക്റുള്ള ഹദ്ദാദ് എങ്ങനെ ഒഴിവാകും? ബാക്കി എല്ലാ ദിക്റും 3ഉം 4ഒക്കെ പോകുമ്പോഴും യാദൽ ജലാലി വൽ ഇക്റാം എന്ന ദിക്ർ 7 തവണയാണ്. അതെന്താ അങ്ങനെ 7 തവണ ഹദ്ദാദിൽ വരാനുള്ള കാരണം? അത് ഹദീസിൽ വന്നിട്ടുണ്ട്. അലില്ലു ബിയാദൽ ജലാലി വൽ ഇക്റാം. നിങ്ങൾ യാദൽ ജലാലി വൽ ഇക്റാം എന്ന ദുആ കൂടെ തന്നെ നിർത്തണേ, വർദ്ധിപ്പിക്കണേ, അതിനെ ഒട്ടിച്ചേർന്ന് നിന്ന് പോകണേ എന്ന്. അത് ഹദ്ദാദ് ഇമാമ് ആ ഹദീസ് കണ്ടപ്പോൾ അപ്പം പിന്നെ വർദ്ധിപ്പിക്കണം എന്നല്ലേ ഹദീസിന്റെ നിർദ്ദേശം, ലാസിമാക്കണം എന്നല്ലേ ഹദീസിന്റെ വർത്താനം. അപ്പോൾ പിന്നെ 7 ആക്കിയേക്കാം. ഹദ്ദാദ് ഇമാം എന്ന് പറഞ്ഞാൽ ഹദീസ് എന്താണോ പറഞ്ഞത് അതിൻ്റെ അപ്പുറത്തും പോകില്ല ഇപ്പുറത്തും പോകില്ല. കുത്തുബുൽ ഇർഷാദാണ്. അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഖൽബ് അല്ലാഹു സലീമായ ഖൽബാക്കി തരുമാറാവട്ടെ. ആ പേടിയാണ് നമുക്കുണ്ടാവേണ്ടത്. എന്താണ് ഈ ഹുസ്നുൽ ഖാത്തിമ? നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? മോശം മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ഒരു ഡെഫിനിഷൻ പറഞ്ഞു പോകുക എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് എളുപ്പമായ കാര്യമല്ല. എന്നാലും സാധ്യമായ രൂപത്തിൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. നല്ല മരണം എന്ന് പറഞ്ഞാൽ ഖൽബിലും നാവിലും ദിക്റിലായുള്ള മരണം. അല്ലെങ്കിൽ നാവിൽ ഇല്ല, എന്തോ ഒരു കാരണം കൊണ്ട് പെട്ടെന്ന് ആക്സിഡന്റ് ആയി മരിച്ചതായിരിക്കും. നാവിൽ പറയാൻ മാത്രം സാവകാശം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോഴും ഖൽബിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്. അതാണ് ഈ നല്ല മരണം എന്ന് പറയുന്നത്. സൂറത്തു ഇബ്രാഹിമിൽ അത് കാണാം, 27-ാമത്തെ ആയത്ത്. മുത്തഅല്ലിമുകൾ ഉള്ള മജ്ലിസിലാകുമ്പോൾ
കിതാബും സൂറത്തൊക്കെ പറഞ്ഞാൽ കൂടുതൽ അംഫാവുന്നത് കൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞു പോകുന്നത്. യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്. മുഅ്മിനീങ്ങളെ അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് കൊണ്ട് സ്ഥിരപ്പെടുത്തും. എവിടെ? ഫിൽ ഹയാത്തി ദുനിയ, അവരുടെ ജീവിതത്തിലുടനീളവും. എന്ന് പറഞ്ഞാൽ ഒരു മതനീരാസത്തിന്റെ വീഡിയോ കാണുകയോ അല്ലെങ്കിൽ ലിബറൽ ചിന്താഗതി ഉണ്ടാവുകയോ അവർക്കുണ്ടാവില്ല. ഇല്ല, അവർക്കുണ്ടാവില്ല. പിന്നെ അവർക്ക് അതൊന്നും വരാതെ ഞാൻ അവർക്ക് കാവല് നിൽക്കും. അല്ലാഹ് ആര്? യുസബ്ബിതുല്ലാഹു, അല്ലാഹു. ആരെ? അല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ. എന്ത്? ബിൽ ഖൗലി സാബിത്, ഐ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ ദിക്റിന്റെ ആശയം അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകും. എപ്പോൾ? ഫിൽ ഹയാത്തി ദുനിയ, ദുന്യവിയായ ജീവിതത്തിൽ ഉടനീളം. ദുന്യവിയായ ജീവിതം എപ്പോഴാണ് അവസാനിക്കണത്? മരിക്കണ സമയത്ത്. അപ്പോൾ മരിക്കണ നേരത്തും അവരുടെ ഖൽബിൽ, അവരുടെ നാവിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാകും. ഈ ആയത്തുനിന്ന് മനസ്സിലായി ഈമാനോടെ മരിക്കോ ഇല്ലയോ എന്നുള്ളത് അള്ളാഹുവിൻ്റെ കണക്കാണ്. അത് അള്ളാഹ് തീരുമാനിക്കേണ്ടതാണ്. അത് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങേണ്ടതാണ്. തീർന്നില്ല. ഈ ആയത്തിന്റെ ബാക്കി തന്നെ കാണാം. വഫിൽ ആഖിറ, മരിച്ചതിന് ശേഷമുള്ള ജീവിതത്തിലും അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ സ്ഥിരപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ ഖബറിലെ ചോദ്യത്തിന് അവര് പതറൂല, പരലോകത്തെ ഹിസാബിന് അവര് വിയർക്കൂല. ഞാനുണ്ട് അവരുടെ കൂടെ. യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു. ഈ ആയത്തിന്റെ വ്യാഖ്യാനം ഈ പറയുന്ന മോഡലിൽ തന്നെ ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ബഹ്റുൽ മദീദ് എന്ന കിതാബിൽ വിശദീകരിക്കുന്നുണ്ട്. ഇതാണ് ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണം എന്ന് പറഞ്ഞാൽ. അതിനർത്ഥം ഒരാൾ മരിക്കണ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടൊന്നുമില്ല, അയാൾ അങ്ങനെ മരിച്ചതാണ്. എന്നാൽ അയാൾ ഈമാനില്ലാതെ മരിച്ചു എന്ന് പറയാൻ നാട്ടുകാർക്ക് അവകാശമുണ്ടോ? ഇല്ല. അത് അള്ളാഹ്ക്കേ അറിയുള്ളൂ. അങ്ങനെയൊന്നും ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. സൂഉൽ ഖാത്തിമ, മോശം മരണം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അത് 5 മോഡലുണ്ട്. 5 മോഡലുണ്ട്. ഒന്ന്, ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയുന്നു, ഇതിലാണ് ഏറ്റവും കടുപ്പപ്പെട്ടത്. അതെന്താ കാര്യം? അള്ളാഹുവിന്റെ ദീനിലെ ഒരു നിയമത്തിൽ സംശയിക്കുകയോ അല്ലെങ്കിൽ അതിനെ നിഷേധിക്കുകയോ ചെയ്യുന്ന ഘട്ടത്തിൽ മരിച്ചു പോകുക. ഇതാണ് മോശം മരണത്തിലെ ഏറ്റവും ഗ്രേഡ് കൂടിയ മോശം മരണം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതൊന്നും എന്നെ കൊണ്ടാവില്ല. ഈ കാലത്ത് അങ്ങനെ നോക്കി നടക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇസ്ലാമിൻ്റെ പല നിയമങ്ങളുടെയും ഡേറ്റ് എക്സ്പയർ ആയിന് ഒന്ന് അപ്ഡേറ്റ് ആവണം എന്നാണ് അതിൻ്റെ അർത്ഥം. ജമാഅത്തെ ഇസ്ലാമി, അതാണ് പ്രശ്നം. അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മതത്തിന്റെ ഏതെങ്കിലും ഒരു നിയമത്തിൽ സംശയിക്കുകയോ നിഷേധ സ്വഭാവം മനസ്സിലുണ്ടാവുകയോ ചെയ്യുമ്പോൾ അയാൾ പെട്ടെന്നങ്ങ് മരിച്ചു പോകുന്നതാണ് ഏറ്റവും വൃത്തികെട്ട മരണമെന്ന് ഇമാം ഗസാലി റഹിമഹുല്ലാഹ് ഇഹ്യാ ഉലൂമുദ്ദീനിൽ എഴുതി വെക്കുന്നുണ്ട്. അതാണ് ഏറ്റവും മോശം മരണം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. രണ്ടാമത്തത്, തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുക. അയാളുടെ മരണത്തെയും മോശം മരണം എന്ന് തന്നെയാണ് പറയുക. ദഖീറത്തുൽ ഖൈർ എന്ന കിതാബ് എഴുതി വെക്കുന്ന കാണാം, അൽ ഇസ്റാറു അലൽ മൻഹി അൻഹു, സ്ഥിരം തെറ്റ് ചെയ്യുന്ന ഒരാൾ, അയാൾക്ക് മോശം മരണത്തിന് സാധ്യത കൂടുതലാണ്. എപ്പോഴും രാത്രി ഉറങ്ങാൻ നേരത്ത് ഹറാമായ വീഡിയോസ്, എപ്പോഴും അവളുമായി ചാറ്റിംഗ്, അവനുമായി സല്ലാപം, എപ്പോഴും ഹറാം, സ്ഥിരം ഹറാം ചെയ്യുന്ന മനുഷ്യന് മോശം മരണം സാധ്യത കൂടുതലാണ്. അവര് ഫാസിഖീങ്ങളാണ്.
ഫാസിഖ് എന്ന് പറഞ്ഞാൽ മൂന്നാണ്, 3 വിഭാഗമാണ് ഫാസിഖ് എന്ന് പറഞ്ഞാൽ. സൂറത്തുൽ ബഖറന്റെ 26-ാം ആയത്തിന്റെ ബൈലാവിയിൽ കാണാം, റൂഹുൽ ബയാനും ഉണ്ട്. ഫാസിഖ് എന്ന് പറഞ്ഞാൽ ഒന്ന് തഗാബി, തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അത് ഇടക്കിടക്ക് ചെയ്യും. ആ കാര്യം തെറ്റാന്ന് മൂപ്പർക്ക് തന്നെ അറിയാം, എന്നിട്ട് ഇടക്കിടക്ക് അത് ചെയ്യും. 2, തെറ്റാണെന്ന് പറഞ്ഞിട്ട് അയാൾ അത് സ്ഥിരം ചെയ്യും. 3, തെറ്റാണെന്നറിയുന്നു, അയാൾ ചെയ്യുന്നു എന്ന് മാത്രമല്ല, ആ തെറ്റ് ചെയ്തിട്ട് അയാൾ ന്യായീകരിക്കുകയും ചെയ്യുന്നു. അയാൾക്ക് കുറച്ചും കൂടി സ്ട്രോങ് ശിക്ഷയാണ്. അയാൾ മരിക്കുമ്പോൾ ഇവിടുന്ന് ഈമാനിൻ്റെ മലക്കൾ ഊരിയെടുത്തിട്ട് കുഫറിൻ്റെ മാല ധരിപ്പിച്ചിട്ടാണ് അയാൾ മരിക്കുക. അള്ളാഹു കാക്കട്ടെ. ന്യായീകരിക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രശ്നം. തെറ്റ് ന്യായീകരിക്കലും തെറ്റ് പരസ്യാക്കലും തെറ്റ് നമ്മൾ മുഖേന വേറൊരാൾ പഠിക്കലും, ഇതാണ് തെറ്റിലെ ഏറ്റവും കടുപ്പപ്പെട്ട കാര്യം. കാരണം കിതാബുകളുടെ ഭാഷ നേരെ കടമെടുത്ത് പറയുകയാണെങ്കിൽ വൈലുൻ, സർവനാശവും ഒരാൾക്കാണ്. ആരാണ് അയാൾ? ലിമൻ, പറയാം മാത്ത, അയാൾ മരിച്ചിരിക്കും. പക്ഷേ വമാ മാത്തത്ത് മഅഹു ദുനൂബുഹു, അയാളുടെ തെറ്റുകുറ്റങ്ങൾ അയാളുടെ കൂടെ മരിച്ചിട്ടില്ല. അയാൾ പഠിപ്പിച്ചതനുസരിച്ച് അയാളുടെ ഭാര്യ ആ തെറ്റ് ഇപ്പോഴും തുടരുന്നുണ്ട്. അല്ലെങ്കിൽ അയാളുടെ ലവ് അഫെയറായ ആൾ ഇപ്പോഴും തെറ്റ് തുടരുന്നുണ്ട്. ആ ലിങ്ക് ഇയാളാണ് പഠിപ്പിച്ചു കൊടുത്തത്, അല്ലെങ്കിൽ ഇയാളാണ് ആ ലഹരിയുടെ ഷോപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഏജൻറ്റ്, ഇതാണ് പഠിപ്പിച്ചു കൊടുത്തത്. അയാൾ മരിച്ചിട്ടുണ്ട്, പക്ഷേ ഈ തെറ്റ് ഈ ദുനിയാവിൽ നിലനിൽക്കുന്ന കാലത്തോളം ഇപ്പോഴും അയാൾ ലൈവായി തെറ്റ് ചെയ്യുന്ന അതേ ശിക്ഷ അയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് കിതാബ് പറയണത് വൈലുൻ ലിമൻ മാത്ത വമാ മാത്തത്ത് മഅഹു ദുനൂബുഹു. തെറ്റ് കൂടെ മരിക്കാത്ത മനുഷ്യനാണ് ഏറ്റവും നാശം കൂടുതൽ എന്ന്. തെറ്റ് നമ്മൾ മുഖേന ആരും പഠിക്കരുത്. മക്കൾ തെറ്റ് പഠിക്കാനുള്ള സാധ്യത ഉണ്ട്, രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. മറ്റൊന്നാണ് അപകടം പിടിച്ച ഒന്ന്, ഇൽഹാറുൽ മഅസിയത്തിൽ ഇന്നാസി വഹുവ അബ്അദു ലിൽ മഗ്ഫിറ. മുല്ലാലിൽ ഖാരി തങ്ങൾ പറയാം, ചെയ്ത തെറ്റ് സ്റ്റാറ്റസ് വെക്കുക, വീഡിയോ എടുക്കുക, ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക, അത് കുറച്ച് ഓവറായിപ്പോയി, അത് ധിക്കാരാണ്. ഹറാം ഏതായാലും കല്യാണത്തിൻ്റെ പേരിലോ എൻഗേജ്മെൻറ്റിൻ്റെ പേരിലോ ചെയ്തു, എന്നിട്ടത് ഗ്രൂപ്പിലിടുക, അത് കുറച്ച് ഓവറായില്ലേ? അത് പറ്റൂല, അത് കുറച്ച് ഓവറാവും, അത് പുറത്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മൂന്നാമത്തേതാണ് സ്ഥിരം തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ. കന്നദരീല മഹാസിൻ ഇമ്രഅത്തിൻ, അന്യ പെണ്ണിനെ നോക്കണ പോലെ എന്നാണ് ഖൈറത്തുൽ ഖൈർ ഉദാഹരണം തന്നെ കൊണ്ടുവരുന്നത്. വശുർബിൽ ഖംരി, MDMൻ്റെ അടിമയാവുക, അതാണ് ഉദാഹരണം തന്നെ കിതാബിൽ കൊണ്ടുവരുന്നത്. അതൊക്കെ ഈമാനില്ലാതെ മരിക്കുന്നതിൻ്റെ ഒരു സബബാണ്, കാരണമാണ്. ഇനി പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ ഇയാൾ ഈമാനില്ലാതെയാണ് മരിച്ചത് എന്നുള്ളതിൻ്റെ അടയാളങ്ങൾ കൂടിയാണ്. അതെന്താ? മയ്യത്ത് കുളിപ്പിക്കുന്ന ആൾ അയാളെ കുറിച്ച് ഒരു കമന്റ് അടിച്ചു. എന്ത്? ഔറത്തിന്റെ ഭാഗത്തുനിന്നും വായയുടെ ഭാഗത്തുനിന്നും ദുർഗന്ധം വരുന്നുണ്ട് മയ്യത്തിൻ്റെത്. യെസ്, അയാളുടെ മരണം മോശമായി എന്നുള്ളതിൻ്റെ അടയാളമാണ്. കിതാബിന്റെ ഭാഷ തന്നെ കേട്ടോ അതൊക്കെ. 4, ഖബർ കുഴിക്കുന്ന ആളാണ് അയാളെ കുറിച്ച് ഒരു കമന്റ് അടിച്ചത്. അതെന്തേ? അയാൾക്ക് വേണ്ടി കുഴിക്കുന്ന ഖബറിലൊക്കെ എന്തൊക്കെയോ ജീവികളെ കാണുന്നുണ്ട്, പാമ്പ് പോലുള്ള അപകടകാരികൾ. പ്രത്യേകിച്ച് ഈ സക്കാത്ത് കൊടുക്കാത്ത മനുഷ്യന്മാരായിരിക്കും ആ ശിക്ഷ ഉണ്ടാവുക എന്ന് കിതാബ് നമുക്ക് വായിക്കാൻ പറ്റും. അത് 4. അഞ്ചാമത്തത് ബിദ്അത്തുകാരനായിരിക്കെ മരിക്കുക. ബിദ്അത്തുകാരൻ തൗബ ചെയ്താല് തൗബ സ്വീകരിക്കൂല. എങ്ങനെ അല്ലാതെ? അവന്റെ ബിദ്അത്ത് അവൻ രാജിവെക്കാതെ. ബിദ്അത്തുകാർ 26 അവന് തൗബ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം ബിദ്അത്ത് എന്ന ഏറ്റവും വലിയ തെറ്റുണ്ടായിരിക്കെ അയാൾ ഉറക്കോയിനെ ഇബാദത്ത് ചെയ്ത് തൗബ ചെയ്തിട്ട് എന്താ കാര്യം? തൗബയാവണമെങ്കിൽ
ബിന്നദാമത്തി മുഖ്ലിഅൻ വബിഅസ്മി തർക്കി ദംബി ഫീമ ഇസ്തഖ്ബല എന്നല്ലേ. നല്ല തൗബയാവുക. അയാൾ ബിദ്അത്ത് തൗബ ചെയ്തിട്ട് എന്താ കാര്യം? അത് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് തവാജിറിൽ പറയുന്നുണ്ട്, ഒരാൾ ഈമാനില്ലാതെ മരിക്കുന്നു എന്നുള്ളതിൻ്റെ നേരത്തെയുള്ള റെഡ് സിഗ്നലാണ് ഒരാൾ ബിദ്അത്തുകാരനാവുക എന്നുള്ളത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതാണ് അതിൻ്റെ ഡെഫിനിഷനുകൾ. അല്ലെങ്കിൽ എന്താണ് ഹുസ്നുൽ ഖാത്തിമ, എന്താണ് സൂഉൽ ഖാത്തിമ എന്നുള്ള ചർച്ചയിൽ കൊണ്ടുവരേണ്ടത്. അടുത്ത പാർട്ടിലേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നമുക്ക് 3 കാര്യങ്ങൾ പറയാനുണ്ട്. ഹുസ്നുൽ ഖാത്തിമ, റിദ്വാനു മിനല്ലാഹ് വ മഗ്ഫിറത്തു മിനല്ലാഹ്. നോക്കാം. നല്ല മരണം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നാമതായി വേണ്ടത് ഹുസ്നുൽ വന്നി ബില്ലാഹി തആല, അള്ളാഹിനെ കുറിച്ച് നല്ലത് വിചാരിക്കണം. എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തരും, മാപ്പ് തരും, എന്നെ സ്വർഗത്തിലെത്തിക്കും, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. ഇങ്ങനെ മാത്രമേ നമ്മൾ അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. അന ഇന്ദ ലന്നി അബ്ദി ബി, എൻ്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ വിചാരിക്കണത് അവിടെയായിരിക്കും ഞാൻ ഉണ്ടാവുക എന്ന് അള്ളാഹ് എന്നെ പറഞ്ഞിട്ടുണ്ട്. അയാൾ ഹൈറാണ് വിചാരിച്ചെങ്കിൽ ഞാൻ അത് തന്നെ ആയിരിക്കും. ഇല്ല, അയാൾ നേരെ ഉൾട്ടയാണ് എന്നെ കുറിച്ച് ചിന്തിച്ചെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും ഞാനും ഉണ്ടാവുക. അപ്പോൾ ഒരാൾ ചിന്തിക്കുകയാണ്, എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തരും, മാപ്പ് ചെയ്തു തരും, എന്നെ ഒരു കാലത്ത് നന്നാക്കും, ഈ തെറ്റ് ഞാൻ അഡിക്ഷനാണെന്നൊക്കെ പറഞ്ഞ് എന്നെ പലരും കളിയാക്കുന്നുണ്ട്, ഇതിൽ നിന്നൊക്കെ ഞാൻ ഒരു കാലത്ത് രക്ഷപ്പെട്ട് കഴിച്ചലായി, ഒരു ഘട്ടത്തിൽ ഞാൻ നന്നാവും ഇൻഷാ അല്ലാഹ് എന്നൊരാൾക്ക് തോന്നിയാൽ ഷുവർ അയാൾ നന്നാവും. യഥാർത്ഥത്തിൽ ഞാൻ നന്നാവില്ല, ഞാൻ ഒരിക്കലും ശരിയാവില്ല എന്ന് ചിന്തിക്കല് ഹറാം എന്ന് മാത്രമല്ല, അത് വൻദോഷാണ്. ചിന്തിക്കാൻ പാടില്ല. ജമുൽ ജവാമിന്റെ ലാസ്റ്റ് ഭാഗത്ത് ഖാത്തിമത്തിൽ സുബ്കി ഇമാം അത് പറയുന്നുണ്ടല്ലോ, അതൊരിക്കലും പറ്റൂല. ഖനൂത്ത് എന്നാണ് അതിന് പറയുക. ആ പാടില്ല. ഞാൻ നന്നാവില്ല, ഞാൻ ഒരിക്കലും നന്നാവില്ല ഉസ്താദേ, ഞാൻ അത്രയും തെറ്റ് ചെയ്തു പോയി, അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, അങ്ങനെ ചിന്തിക്കാൻ ഒരാൾക്കും പറ്റില്ല. 100 ആളെ കൊന്നാൾക്കും തൗബ ചെയ്ത് കൊടുത്തത് അള്ളയാന്ന് എല്ലാവർക്കും അറിയാം. അതല്ല ഞാൻ പറയാൻ പോണത്. മദിയിലെ മോനെ 100 ആയില്ലേ, മദിയുടെ സെഞ്ചുറി ആയില്ലേ മതി, ഇതാരാ തോന്നിപ്പിച്ചു കൊടുത്തത്? അള്ള തന്നെയല്ലേ. ഈ അള്ള തന്നെയല്ലേ നമ്മളെ അള്ള. ആഖിറത്തിൽ മനുഷ്യന്മാർക്ക് ഓരോരാൾക്ക് ഇങ്ങനെ പുറത്തു കൊടുക്കുന്ന കാണുമ്പോ ലാസ്റ്റ് ഇബ്ലീസ് വിചാരിക്കും അത്രേ, ഇത് ലാസ്റ്റ് എന്നെയും വിളിച്ചിട്ട് പുറത്തേക്കും, ഇത് എന്ത് പുറത്തു കൊടുക്കലാണ് കൊടുക്കുന്നത്. ആ ഇബ്ലീസിന് അങ്ങനെ തോന്നണമെങ്കിൽ, ഇബ്ലീസാണ് നിരാശയുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനി, മൂപ്പരിക്ക് അങ്ങനെ തോന്നണമെങ്കിൽ അള്ള എത്ര പുറത്തു കൊടുക്കണം? നിങ്ങൾ ആലോചിക്കുക, അള്ള എത്ര പുറത്തു കൊടുക്കണം? അത്രയും പുറത്തു. ഒരു മനുഷ്യൻ നരകത്തിലേക്ക് വിധിക്കപ്പെട്ട് അയാൾ നരകത്തിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കും. അള്ള ചോദിക്കും, ഇങ്ങോട്ടോടാ, എന്താ ഒരു തിരിഞ്ഞു കളി? അല്ല, നീ എന്നെ വിളിച്ചിട്ട് സ്വർഗത്തിലെത്തിക്കുന്നുണ്ടോ എന്ന് പെട്ടെന്നൊരു തോന്നലെന്ന്. ഓ, അങ്ങനെ തോന്നിയ സ്ഥിതിക്ക് എന്ന് സ്വർഗത്തിൽ പോയിക്കോ. അന ഇന്ദി, എൻ്റെ അടിമ എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചോ ഐ വിൽ ബി ദേർ, ഞാൻ അവിടെ ഉണ്ടാവും, ഞാൻ അവിടെ ഉണ്ടാവും. നിരാശയുടെ ലോകമൊന്നും നമുക്ക് ഉണ്ടാവരുത്. മൂഡ് ഓഫിന്റെ ഇമോജി സ്റ്റാറ്റസ് ഇടരുത് എന്ന് മലയാളം. ചില ആളുടെ സ്റ്റാറ്റസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓനും ഭാര്യയും തെറ്റീന്, എന്തൊക്കെയോ സാഹിത്യത്തിൽ എന്തെല്ലോ പറയുന്നതാണ്, ആർക്കും മനസ്സിലാവില്ല. ഇലകൾ കൊഴിഞ്ഞു വീണാലും ജീവിതത്തിന് ഇനിയും പ്രതീക്ഷ, എന്താ പറയുന്ന തന്നെ ആർക്കും തിരിയൂല. ഇങ്ങനെ നാട്ടുകാരെ അറിയിക്കുന്ന ഒരു നിരാശ നമുക്ക് പറ്റൂല. മുഅ്മിൻ എന്ന പദ വന്നത് തന്നെ അമ്ന് എന്ന പദത്തിൽ നിന്നാണ്. അമ്ന് എന്ന് പറഞ്ഞാൽ തന്നെ ടെൻഷൻ ഇല്ല എന്നാണ്. എങ്ങനെ മുഅ്മിനാവുക? അള്ള ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തിന് ടെൻഷൻ? അള്ള ഇല്ലേ? ഏത് പ്രശ്നം വരുമ്പോഴും നമ്മൾ ചിന്തിക്കുക, ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിവുള്ളവനാണോ അള്ളാഹു? അതെ, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. പിന്നെ എന്തിനാ പേടിക്കുന്നത്?
തീക്കുണ്ടാരത്തിലേക്ക് വീഴുന്ന ഘട്ടത്തിൽ ഒരു മലക്ക് വന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചു, വല്ല ഹെൽപ്പും വേണോ എന്ന്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അടിച്ച കമന്റ് എന്താ അറിയോ? ദയവ് ചെയ്തിട്ട് ഒരു ഹെൽപ്പ് വേണ്ട, ഞാൻ എല്ലാം അള്ളാഹിനെ ഏൽപ്പിച്ചിന്. എപ്പാ പറയുന്നത്? തീക്കുണ്ടാരത്തിൽ വീഴുന്ന ഘട്ടത്തിൽ അടുത്ത സെക്കൻഡിൽ തീയിൽ വീഴും. ഏത് തീ? 1 മാസം ട്രയലായിട്ട് കത്തിച്ചിന്. വന്നേ ഭാരത് ആദ്യം ഒന്ന് ഓടിച്ചിട്ടാണ് പിന്നെ ട്രാക്കിൽ ഇറക്കല് അല്ലേ? ട്രയലായിട്ട് ആദ്യം 1 മാസം കത്തിച്ചിന് ഈ തീ. മുകളിലൂടെ പറന്നു പോകുന്ന പറവകൾ കരിഞ്ഞുണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കടുപ്പം കൊണ്ട്. എന്നിട്ട് ഇബ്രാഹിം നബിക്ക് ഒരു പേടി ഉണ്ടായിട്ടില്ല. എന്തേ? ഈ തീനെ സൃഷ്ടിച്ച അള്ളയല്ലേ, എന്നെയും സൃഷ്ടിച്ച അള്ള തന്നെ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? ഈ അള്ള തന്നെയല്ലേ നമ്മളെ അള്ള? അതെ, പിന്നെ എന്തിനാ ടെൻഷൻ? അതേ മോൾക്ക് 2-3 അന്വേഷണം വന്നു, ഒന്നും സെറ്റായിട്ടില്ല, സ്വന്തം ഇറക്കണം, മോൾക്ക് കുറച്ച് നിറം കുറവാണ്. എന്തിന് ടെൻഷൻ? എന്തിന് ടെൻഷൻ? തവക്കൽത്തു അലല്ലാഹ് കാറിനൊട്ടിക്കാനുള്ള സ്റ്റിക്കറിന്റെ പേരല്ല, അത് ഹൃദയത്തിൽ വെക്കേണ്ടതാണ്. അല്ലാ, ആ വിളിയിൽ തന്നെ എന്തൊരു സൗന്ദര്യമുണ്ട്. അല്ലാ എന്നുള്ള വിളി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ആ വിളിയിലെ അക്ഷരങ്ങളിൽ ഒരക്ഷരം പോലും മഹ്റജ് പല്ലിന് ഫിറ്റാക്കിയിട്ടില്ല. അള്ളാഹു പല്ലിന് ടച്ചില്ല. കാരണം പല്ല് കൊഴിഞ്ഞുപോയ 108-ാം വയസ്സിലെ നഫീസ ഹജ്ജുമക്കും ആ വിളിക്കാൻ എൻ്റെ പേരവിടെ ഉണ്ടാവണം. പല്ല് വന്നുകൊണ്ടിരിക്കുന്ന ചെറിയ കുഞ്ഞുമോനിക്കും ആ പേരെന്നെ വിളിക്കണം. അല്ലാഹു, എന്ത് രസമുള്ള പേരത്. ഈ പേരിൻ്റെ വിശ്വാസികളായ നമുക്കെന്തിനാ ടെൻഷൻ? അപ്പോഴേക്ക് മെസ്സേജ് പോയില്ലേ തീനോട്? എന്താ പറഞ്ഞത്? ബർദൻ, ഇന്ന് നിനക്ക് ചൂട് വേണ്ട, തണുപ്പ് മതി. പിന്നെ നീ ഓവറായി തണുപ്പാക്കിയിട്ട് സെൻട്രൽ AC 16-ലിട്ടാല് ആൾക്കാർക്ക് കഫ്കട്ടൊക്കെ വരും. അങ്ങനെ വേണ്ട. വസലാമൻ അല ഇബ്രാഹിം, ഇബ്രാഹിം നബീന്റെ ശരീരത്തിന് കംഫർട്ടായ തണുപ്പ് മതി. കണ്ട അവിടെ പ്രയോഗം കണ്ടങ്ങൾ. തണുപ്പ് എന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ടില്ല. ചില ആ കേസിന്റെ ചില വോള്യം പിടിക്കൂല. അതുകൊണ്ടാണ് വസലാമൻ അല ഇബ്രാഹിം, ഇബ്രാഹിം നബിക്ക് കംഫർട്ടായ തണുപ്പ് മതി. തീയുടെ എല്ലാ സംഘാടനവും നിർവഹിച്ച ആ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ നമ്രൂദായിരുന്നു. ആ ചങ്ങായിന്റെ മകൾ ഈ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ കയറിയിട്ട് കരിഞ്ഞുപോയി ഇബ്രാഹിം എന്നവരെ നോക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കിയപ്പോഴേ സോഫയിൽ ഇരുന്നിട്ട് നല്ല കമീസ് ഇട്ടിട്ട് ഇബ്രാഹിം നബി തസ്ബീഹല്ല, ആ കമീസാണ് താവഴിയായി വന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമൊക്കെ ധരിച്ച് ബേക്കിൽ നിന്ന് സലീഹ പിടിച്ച് വലിക്കാനൊക്കെ നോക്കിയ കമീസ്. ആ ചരിത്രത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, അത് നീണ്ട ഒരു ചരിത്രമാണ്. കണ്ടോ? മുമ്പിൽ സമുദ്രം, ആർത്തിരമ്പുന്ന സമുദ്രം, ബേക്കിൽ 10,000+ ശത്രുക്കൾ, ഖിബ്തിയാക്കൾ, ലീഡർ ഫിറൗന. ആ ചങ്ങായിയോളം ക്രൂരത കാണിച്ച ലോകത്ത് ആരും ഉണ്ടാവില്ല. 7,000 പിഞ്ചോമനകളെയാണ് അധികാരത്തിന് ക്ഷതം വരുമോ എന്ന് പേടിച്ച് ജ്യോത്സ്യന്മാരുടെ പ്രവചനം കൊണ്ട് നേരിച്ച് കൊന്നു കളഞ്ഞത് ഫറോവ. മുമ്പിൽ സമുദ്രം, ബേക്കിൽ ശത്രുക്കൾ. മൂസാ നബി അലൈഹി സ്വലാമിന് ഇനി എന്താ ചെയ്യാ? എന്നാ പിന്നെ തെല്ലൊരാശ്വാസമായിട്ട് കൂടെയുള്ള ബനൂ ഇസ്രായേലുകാർ പറയണമായിരുന്നു, മൂസാ നബിയെ പേടിക്കൊന്നും വേണ്ട, അങ്ങനെ പറയണമായിരുന്നു. അവരൊട്ടത് പറഞ്ഞിട്ടുമില്ല. ഇന്നലെ മുദ്രക്കൂ എന്നാ പറഞ്ഞത്. ഇന്നലെ മുദ്രക്കൂൻ അതിൻ്റെ അർത്ഥം തന്നെ ഇപ്പം നമ്മളെ പിടിക്കൂന്ന അർത്ഥം. ഇപ്പം നമ്മളെ പിടിക്കുമല്ല. കൂടുള്ള ഒറ്റ ടീമും ആശ്വാസത്തിൻ്റെ വാക്ക് പറയണില്ല. മുമ്പിൽ സമുദ്രം, ഫ്യൂച്ചർ ടെൻസ് പോയി, പിന്നെ ബേക്കിൽ വരാനുള്ളതും പോയി, ഇപ്പം കണ്ടിന്യൂസ് ടെൻസും പോയി. ഒന്നിച്ചുള്ള അനുയായികൾ വോൾട്ടേജ് കുറവ്, മുമ്പിൽ സമുദ്രം, ബേക്കിൽ ശത്രുക്കൾ. എന്നിട്ട് മൂസാ നബി പതറിയോ? ഇല്ല. കല്ലാഹോ, എന്താ വാർത്താനോ, കല്ലാ, നിങ്ങൾ പറഞ്ഞൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. ബോണ്ട് ബി, ദർ ഇസ് എ നോ ചാൻസ്. നിങ്ങൾ പറഞ്ഞു ഒരു ചുക്കൂടെ സംഭവിക്കാൻ പോണില്ല. കല്ല, ആ 2 അക്ഷരത്തിൽ ഒതുക്കി ഉത്തരം. കാരണം പറയുന്നത് എന്താ അറിയോ?
ഇന്ന മഅീ റബ്ബി സയഹ്ദീൻ. ഇവിടെ വരെ എത്തിച്ച അള്ളാഹു എന്നെ ഇവിടുന്ന് വിട്ടിട്ടില്ല. അള്ളാഹ് അങ്ങനെ 6 മാസത്തെ തക്കാഫിൽ ഏറ്റെടുത്തിട്ട് മുങ്ങൂല, ഫുൾ ഓപ്ഷനാ. ഇന്ന മഅീ റബ്ബി സയഹ്ദീൻ. ഓഹോ, എൻ്റെ കൂടെ അള്ളാഹ് ഉണ്ട്. ഇന്ന മഅീ റബ്ബി സയഹ്ദീൻ. വർത്താനം. ഈ ആയത്തൊക്കെ നമ്മൾ ഖുർആനിൽ ഓതുന്നില്ലേ? പിന്നെന്തിനപ്പോൾ ടെൻഷൻ? ഒരു ബിസിനസ് പൊട്ടുമ്പോഴേക്ക് ടെൻഷൻ. അതേ സീസണായിട്ടും കച്ചവടം നടന്നിട്ടില്ല. സീസണെന്ന് ആരാ തീരുമാനിച്ച്? ഞാൻ തന്നെ. ഞാൻ എന്നെ തീരുമാനിച്ച് കച്ചവടം നടന്നിട്ടില്ല. അത് നമ്മൾ തീരുമാനിക്കുന്നത് എന്താ? അത് അള്ളാഹു തീരുമാനിച്ചിട്ടില്ല എന്ന് കരുതിയാൽ പോരെ? അള്ളാഹ് കണക്കാക്കിയതല്ലേ നമുക്ക് കിട്ടുള്ളൂ, അല്ലേ കിട്ടുള്ളൂ. കടലിൽ നമ്മൾ വെള്ളം കോരാൻ വേണ്ടി പോയി. കയ്യിലുള്ളത് ബക്കറ്റാണ്. ആ ബക്കറ്റിലേ വെള്ളം കോരാൻ കഴിയുള്ളൂ. കടലാന്ന് വിചാരിച്ചിട്ട് എന്തെല്ലോ കളിച്ചാൽ ആ ബക്കറ്റിലും വെള്ളം മറിഞ്ഞു പോകും. അതുകൊണ്ടാണ് ചില ആള് ഓർക്ക് പറ്റാത്ത രീതിയിൽ ലേഡീസ്, കിഡ്സ്, ജെൻസ് 3 ഷോപ്പ് ഒന്നിച്ച് തുടങ്ങും. അത് വേണ്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് പൊട്ടിയത്. ഒന്നിച്ച് വേണ്ട, ആ ബക്കറ്റിൽ മാത്രം വെള്ളം കോരിയിട്ട് പോരി. അതേസമയം സൗർ ഗുഹയിലുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ, ശത്രുക്കള് ഉപകരണങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അവരുടെ മുഖം തന്നെ അവരുടെ കാലിലേക്ക് നോക്കാൻ തല ഒന്ന് ടേൺ ചെയ്താൽ മതി, കാണും. വേറെ എവിടെയും നോക്കണ്ട, അവരുടെ കാലിന്റെ അടുത്തേക്ക് തന്നെ അവര് നമ്മളെ നോക്കിയാൽ ലറാന, നമ്മളെ കാണും. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? അതാദ്യം നമ്മൾ വിചാരിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞത് അല്ല, പിന്നെന്താ പറഞ്ഞത്? ഇന്നല്ലാഹ മഅനാ, നമ്മളെപ്പരം അല്ലാഹ് ഉണ്ട്. നേരത്തെ മൂസാ നബി പറഞ്ഞത് എൻ്റെ പരം അല്ലാഹ് ഉണ്ട്, കാരണം ഒന്നിച്ചുള്ള ഒരു വോൾട്ടേജ് കുറവാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത് ഇന്നല്ലാഹ മഅനാ, എൻ്റെ നിന്റെ ഒന്നിച്ച് അല്ലാഹ് ഉണ്ട്. കാരണം ഇത് ഉള്ളത് വോൾട്ടേജ് ഏറ്റവും ഹൈ ലെവലിലുള്ള ക്വാളിറ്റിയും എല്ലാ മേന്മയും മേളിച്ച ഫസ്വിദ്ഖു വസ്വിദ്ദീഖു, അതാണ് സിദ്ദുക്കും സിദ്ദീഖുമാണ്. ഓഹോ, നമ്മളെ പേര് അല്ലാഹ് ഉണ്ട് മോനെ എന്ന് കണ്ടോ? അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് എപ്പോഴും നല്ല വിചാരം ഉണ്ടാവണം. ഏതെങ്കിലും റീൽസോ ഏതെങ്കിലും വീഡിയോസോ ഏതെങ്കിലും പ്രഭാഷണത്തിന്റെ ശകലങ്ങളോ കേട്ട് നിരാശയുടെ ലോകത്തേക്ക് ഒരിക്കലും നമ്മൾ പോകാൻ പാടില്ല. ഹദീസ് തന്നെ ഉണ്ടല്ലോ. ഇമാം നവവി റളിയല്ലാഹു അൻഹു ആ ഹദീസിനെ വിശദീകരിക്കുന്നുണ്ട്. എന്താ ഹദീസ്? സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹു യുഹ്സിനു ബില്ലാഹി ളന്ന. അല്ലാഹുവിനെ കുറിച്ച് നല്ല വിചാരത്തോടെ അല്ലാതെ ഒരു മുഅ്മിനായ മനുഷ്യനും ഒരാളും മരിക്കരുതേ. ഈ ഹദീസിനെ ഇമാം നവവി റഹിമഹുല്ലാഹ് എങ്ങനെ വിശദീകരിക്കുന്നറിയോ? ഹാദാ തഹ്ദീറും മിനൽ ഖുനൂത്ത്, നിരാശ ഒരിക്കലും ഉണ്ടാവരുതെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. വഹസ്സുൻ അല റജാഇ ഇൻതൽ ഖാത്തിമ, മരിക്കണ നേരത്തെ എപ്പോഴും നല്ല പ്രതീക്ഷയും, എനിക്ക് എൻ്റെ റബ്ബ് പുറത്തു തരും, കരുണ ചെയ്യും, സ്വർഗം തരും, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും, വിചാരണ ചെയ്ത് കൊടുക്കില്ല എന്ന പ്രതീക്ഷയാണ് നമുക്കുണ്ടാവേണ്ടത്. എന്നിട്ട് ശറഹ് മുസ്ലിം പറയാണ്, ഖാലൽ ഉലമാ, എന്താണ് അള്ളാഹിനെ കുറിച്ചിട്ടുള്ള നല്ല വിചാരം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അയ്യളുന്ന അന്നഹു യർഹമുഹു, എൻ്റെ റബ്ബ് എനിക്ക് കരുണ ചെയ്യും, വയഅഫു അൻഹു, എനിക്ക് മാപ്പ് നൽകും എന്ന പ്രതീക്ഷ നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ഇതാണ് ഈമാനോടെ മരിക്കാൻ ഒരാൾക്കുണ്ടാവേണ്ട ഒന്നാമത്തെ ക്വാളിറ്റി, നല്ല വിചാരം. അല്ലാഹു തൗഫീഖ് ആകട്ടെ. 2, ഈമാനോടെ മരിക്കാനുള്ള കർമ്മങ്ങൾ പറയുന്ന ഒരുപാട് കിതാബുകൾ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഇഷ്ടക്കാരായ മുത്തഅല്ലിമീങ്ങൾ ഉള്ളത് കൊണ്ട് 1-2 തുടക്കത്തിലെ പരിചയപ്പെടുത്താം. ഒന്ന്, ഹദ്ദാദിന് വിശദീകരണമായി എഴുതപ്പെട്ട ദഖീറത്തുൽ മആദ് ഫീ ശർഹി റാത്തീബുൽ ഹദ്ദാദ് എന്ന കിതാബിൽ ഈ പറയുന്ന വിഷയം കൂടുതലായി ഉണ്ട്. ഞാൻ കണ്ടത് പറയുന്നത് കേട്ടോ, അതിനേക്കാളേറെ ഉള്ള കിതാബുകൾ ഇഷ്ടംപോലെ ഉണ്ട്. 2, ദഖീറത്തുൽ ഖൈർ എന്ന കിതാബിൽ ഈമാനോടെ മരിക്കാനുള്ള 30-ലധികം മാർഗങ്ങൾ പറയുന്നുണ്ട്.
നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വർഗം കിട്ടും, സ്വർഗത്തിൽ വീട് ലഭിക്കും, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കും, ഹൗലുൽ കൗസർ കിട്ടും, സിറാത്ത് പാലം വേഗത്തിൽ നടക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഓഫർ പ്രതീക്ഷയുള്ള ഏതൊക്കെ കർമ്മങ്ങളുണ്ടോ അതിൻ്റെ ഒക്കെ ഒരർത്ഥം അവർ ഈമാനോടെ മരിക്കുന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ, രാവിലെയും വൈകുന്നേരവും 10 വീതം സ്വലാത്ത് എല്ലിയാൽ അയാൾക്ക് എൻ്റെ ശുപാർശ കിട്ടും, ശഫായത്ത് കിട്ടും. അങ്ങനെ തൊബറാനി ഇമാം ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. അതിൻ്റെ അർത്ഥം അത് ചെയ്ത ഈമാനോടെ മരിക്കും എന്നാണ്. കാരണം ഈമാനോടെ മരിച്ചാലേ ശഫായത്ത് കിട്ടുള്ളൂ. ഇന്നാൽ ഇന്ന കാര്യം ചെയ്താൽ അർശിന്റെ തണൽ കിട്ടും. അതിൻ്റെ അർത്ഥം എന്നാ? അയാൾ ഈമാനോടെ മരിക്കും. അതിനൊരു ഉദാഹരണം പറയാം. യുവത്വം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച ചെറുപ്പക്കാരൻ, അർശിന്റെ തണലുണ്ട്. അതിന്റെ അർത്ഥം എന്നാ? ഈമാനോടെ മരിക്കും എന്നുകൂടിയാണ്. രാവിലെ വൈകുന്നേരം 10 വീതം സ്വലാത്ത് എല്ലിയാൽ, അല്ലെങ്കിൽ എന്റെ റൗള ആരെങ്കിലും സിയാറത്ത് ചെയ്താൽ അതിന്റെ ഒക്കെ ഓഫർ എന്താ? ശഫാഅത്ത് കിട്ടും. അതിനർത്ഥം സുബ്ഹി ഇമാം പറയുന്നു ഈമാനോടെ മരിക്കും. 10 ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതിയാൽ സ്വർഗത്തിൽ ഒരു വീട് കിട്ടും. അതിനർത്ഥം എന്നാ? അയാൾ ഈമാനോടെ മരിക്കും. ഇനി കൂടുതൽ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചാലോചിക്കേ, സ്വർഗത്തിൽ വീട് കിട്ടും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈമാനോടെ മരിക്കാണ്ട് പിന്നെ എന്താ സ്വർഗത്തിൽ വീട് കിട്ടിയിട്ട് കാര്യം? അല്ലെങ്കിൽ പിന്നെ അയാൾ ഈമാനില്ലാണ്ട് മരിച്ച നരകത്തിലെത്തിയിട്ട് സ്വർഗത്തിൻ്റെ വീടിൻ്റെ വാടക മാസത്തിൽ കൊടുത്തേക്കലായിരിക്കും. കുറച്ച് ലേറ്റായി പോയി, 1-ാം തീയതി തരേണ്ടത്, സോറി. അങ്ങനെയാ ചിത്താരുസ്താദ് അങ്ങനെ അർത്ഥം വെച്ചത്. അതിന് ഇപ്പോൾ ഓർമ്മയുണ്ട്. വിഷയത്തിലേക്ക് തിരിച്ചു വരാം, നമുക്ക് സമയമില്ല. ഈമാനോടെ മരിച്ചു കിട്ടാനുള്ള രണ്ടാമത്തെ കാര്യം ഹദ്ദാദ് റാത്തീബ് സ്ഥിരമായി കൊണ്ടുവരലാണ്. മലയാളികളായ മുഅ്മിനീങ്ങൾക്ക് ഉസ്താദുമാരെ നന്നായി പ്രോത്സാഹിപ്പിച്ചത് കൊണ്ട് തന്നെ അത് സ്ഥിരം ഒരു റാത്തീബായി കൊണ്ടുപോരുന്നുണ്ട്. അത് നമ്മൾ സ്ഥിരം കൊണ്ട് നടക്കണം. എന്തൊരു അത്ഭുതകരമായ ദിക്റുകളാണ്. വെറുതെ ഒന്ന് ഹദ്ദാദ് റാത്തീബിലെ ഓരോ ദിക്റുകളെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കിയേ. ഒരൊറ്റ ദിക്ർ മതി നമുക്ക് രക്ഷപ്പെടാൻ. അത്രയും ഓഫറുകളുള്ള ദിക്റുകളാണ് ഹദ്ദാദിൽ മഹാനവറുകൾ നമുക്ക് സമാഹരിച്ചു തന്നത്. ആ ഹദ്ദാദ് ഒഴിവായി പോകുന്ന ഒരു ദിവസം പോലും നമുക്കുണ്ടാവരുത്. ഈമാനോടെ മരിക്കാനുള്ള മൂന്നാമത്തെ കാര്യമാണ് ബാങ്കിന് ശേഷമുള്ള ദുആ സ്ഥിരം കൊണ്ടുവരിക എന്നുള്ളത്. അതൊക്കെ വളരെ സിമ്പിളാണ്. ഈമാനോടെ മരിച്ചു കിട്ടാനുള്ള നാലാമത്തെ കാര്യം വുളൂഇന് ശേഷമുള്ള ദുആ സ്ഥിരം കൊണ്ടുവരിക. കാരണം സ്വർഗവാതിലുകൾ തുറക്കപ്പെടുമെന്നാണല്ലോ അതിൻ്റെ ഓഫർ. ഈമാനോടെ മരിക്കുമല്ലോ. അഞ്ചാമത്തത് മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങുന്ന, തൃപ്തി വാങ്ങുന്ന മക്കളാണെങ്കിൽ അവർക്ക് ഈമാനോടുള്ള മരണം ഉണ്ടാവും. ഇന്നലെ മലപ്പുറം വെസ്റ്റ് SSFന്റെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ തിരൂരിൽ നിന്ന് ട്രെയിൻ കയറി കണ്ണൂരേക്ക് വന്നു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ ഒരു ഉമ്മ, പ്രായമുള്ള ഉമ്മ, അവരുടെ 2 ആൺമക്കളാണെന്നാണ് എനിക്ക് തോന്നിയത്. ആ ഉമ്മയുടെ വാക്കർ പിടിച്ചിട്ട് ആ ഉമ്മാനെ ട്രെയിനിൽ നിന്ന്, AC കോച്ചിൽ നിന്ന് താഴെ പ്ലാറ്റ്ഫോമിലേക്ക് ഇറക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമത്തിനിടയിൽ ആ ഉമ്മ ട്രെയിനിൻ്റെ ഡോറ് പിടിച്ചതുകൊണ്ടോ മറ്റോ പെട്ടെന്നൊന്ന് തെന്നിപ്പോയി. ആ മക്കൾ താങ്ങി പിടിച്ചു, വന്നിട്ട് താങ്ങി പിടിച്ചു. അപ്പൊ അതിനിടയിൽ ആ ഉമ്മക്ക് പേടി കൂടി എന്നാണ് ആ ആംബിയൻസ് എന്ന് എനിക്ക് മനസ്സിലായത്. ഒരു നിലക്കും പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങാൻ ആ ഉമ്മ റെഡിയാണില്ല. ഈ മക്കൾ കുറച്ച് സ്ട്രോങ്ങിൽ പറഞ്ഞു, ട്രെയിൻ ഇപ്പം വിടുവിടുന്നത്, ഉമ്മ ഇറങ്ങുമെന്ന് പറഞ്ഞു. എന്തൊക്കെയോ കളിച്ചിട്ട് ആ ഉമ്മ ഇറങ്ങി. അത്രയും പേടിയുണ്ട് എന്ന് ആ നടത്തത്തെന്ന് മനസ്സിലാവും.
പർദ്ദയൊക്കെ ധരിച്ച് ശരീരം മറച്ച ആ ഉമ്മാനെ എങ്ങനെയൊക്കെയോ താങ്ങിപ്പിടിച്ച് ഈ വാക്കറിൽ അതിൻ്റെ സഹായത്തോടെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇത് കണ്ട ഒരു ചെറുപ്പക്കാരൻ, എവിടുന്നാണെന്നൊന്നും എനിക്കറിയില്ല, എവിടുന്നോ ആ കുട്ടി ഒരു വീൽ ചെയർ സംഘടിപ്പിച്ച് വളരെ വേഗത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് ആ ഉമ്മാനെ ഇരുത്തിയിട്ട് കാറിൽ കയറ്റാനും അയാൾ സഹായിച്ചു. ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ഒരു പ്രത്യേകതയായിട്ട് പലപ്പോഴും യാത്രകളിൽ അനുഭവപ്പെട്ട ഒരു കാര്യം, അവർക്ക് ഈ ചാരിറ്റിയോട് ഭയങ്കര കമ്പായിരിക്കും. ചിലപ്പോൾ മുടിയൊക്കെ നീട്ടി വളർത്തിയും മറ്റൊക്കെ ഒരു കോലം ഉണ്ടാവും, എന്നാൽ അവരുടെ മനസ്സ് അടിപൊളി മനസ്സാണ്. ഒരു പരിപാടി കഴിഞ്ഞാൽ ചെയർ എടുത്തു വെക്കാൻ, നിപ്പ വന്നാൽ വോളണ്ടിയറായിട്ട്, കൊറോണ വന്നപ്പോൾ PPT കിറ്റ് ഇട്ടിട്ട് സേവന പ്രവർത്തനത്തിന്, എല്ലാത്തിനും, പ്രളയ ഭൂമിയിൽ ദുരന്ത നിവാരണങ്ങൾക്ക് എല്ലാത്തിനും അവരുണ്ടാവും. ഭയങ്കര സംഭവം. അവരെ കുറ്റപ്പെടുത്തി അകറ്റി നിർത്തുന്നതിന് പകരം അവരുടെ നന്മകൾ പറഞ്ഞ് ചേർത്തു നിർത്താനാണ് ശരികളുടെ ആഘോഷം എന്ന പ്രമേയത്തിൽ SSF ഒരു കാലം തന്നെ ആഘോഷിച്ചത്. വളരെ വലിയൊരു ചിന്തകനും വിദ്യാഭ്യാസ വിദഗ്ധനുമായ ഒരാൾ ഈയിടെ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ പ്രമേയം ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ചോദിച്ചെന്താ? എല്ലാവരും ഈ മൈനസ് പറഞ്ഞ് കുറ്റപ്പെടുത്തി കുട്ടികളെ മാറ്റി നിർത്തുമ്പോൾ ശരികളെ കണ്ടെത്തി അവരെ ചേർത്ത് പിടിക്കണം എന്ന് നിങ്ങൾ പറയാനുള്ള കാരണം എന്താണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ ആ ചർച്ച കൊണ്ടുവരുമ്പോൾ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഈസാ നബി അലൈഹി സ്വലാം ഏത് നാട്ടിലെത്തിയാലും ആ നാട്ടിലെ തെറ്റുകാരുടെ അടുത്തേക്കാണ് പോവുക. എന്നിട്ട് നസീഹത്ത് നൽകി അവരെ ശരിപ്പെടുത്തും. എന്നിട്ട് ഈസാ നബി അലൈഹി സ്വലാം പറയും, ഞാൻ ഡോക്ടറാണ്. ഡോക്ടർ പിന്നെ ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകണ്ടല്ലോ, രോഗികളുടെ അടുത്തേക്കല്ലേ പോകേണ്ടത്. അങ്ങനെയാ പോകുന്നത്. ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പഠിച്ചാൽ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ എന്തിലും ഒരു പോസിറ്റീവ് കാണലാണ്. ഈസാ നബി അലൈഹി സ്വലാമും അനുയായികളും ഒരു വഴിയിലൂടെ പോകുമ്പോൾ ഒരു നായ ചത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ അനുയായികളായ കമ്പാനിയൻസ് ഹവാരിയൻ പറഞ്ഞു, മാ അന്തന റീഹുഹു, ഇതൊരു ദുർഗന്ധ റബ്ബേ, ഭയങ്കര വാസനയാണല്ലോ. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാം, മാ അബിയല്ല അസ്നാനഹു, ഈ നായന്റെ പല്ല് നല്ല വെളുപ്പുണ്ടല്ലോ. കണ്ടോ? ഡെഡ് ബോഡിയുടെ ഇടയിലും പോസിറ്റീവ് കാണാനുള്ള കണ്ണട വെക്കാനുള്ള ഒരു ശക്തിയാണ് ശരികളുടെ ആഘോഷം എന്നുള്ളതിൻ്റെ താല്പര്യം. നമുക്ക് ശരി കണ്ടെത്താൻ പറ്റും എങ്കിൽ കുട്ടികളൊക്കെ നല്ല മക്കളാവും. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒരു വഴിയിലൂടെ പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വുളു എടുക്കുന്നുണ്ട്. ആ കുട്ടി എടുക്കുന്ന വുളുയിൽ കുറേ മിസ്റ്റേക്സ് ഉണ്ട്. തഫ്സീർ റാസിയിലുണ്ട്, ഇഹ്യാ ഉലൂമുദ്ദീനിലൊക്കെ കാണാം. ഷാഫി ഇമാം അവിടെ അടുത്തു പോയിട്ട് ആ കുട്ടിനോട് പറഞ്ഞു, ഐ ബുനയ്യ, ഓ കുഞ്ഞുമോനെ. ആ വിളി തന്നെ എന്ത് രസമുണ്ടാവും. ഉപ്പ മോനെ വിളിക്കുന്ന ഖുർആനിലെ ടേമുകൾ മുഴുവനും യാ ബുനയ്യ എന്നാണ്, ഓ കുഞ്ഞുമോനെ എന്നാണ്. ലുഖ്മാൻ സൂറത്തിലില്ലേ, യൂസുഫ് സൂറത്തിലില്ലേ, ഖുർആനിലെ എമ്പാടില്ലേ. ഇതിന് ഓരോ സൂറത്ത് മാത്രം പറയണം. ഐ ബുനയ്യ, ഓ കുഞ്ഞുമോനെ. അപ്പൊ ആ കുട്ടി നോക്കി, ചെറുപ്പക്കാരൻ, എന്താ? അഹ്സിനിൽ വുളുഅ, വുളു നന്നാക്കു മോനെ. എങ്കിൽ ഇഫ്സോ, അങ്ങനെയാണെങ്കിൽ യുഹ്സിനുകല്ലാഹ്, മോനെ അല്ലാഹ് നന്നാക്കും. നീ ഒന്നും നന്നാവൂലടാ. ഇങ്ങനെ കേട്ട് കേട്ട് അടുത്ത ഒരു തലമുറയോട് നന്നാവലിന്റെ വാതിൽ തുറക്കുന്നവരോട് ഒരു ഇഷ്ടം ഉണ്ടാവും, ഉറപ്പല്ലേ? ആ ഈ ഉപദേശം ഭയങ്കര ഇഷ്ടമായി ഇയാൾക്ക്, സ്പാർക്കായി മനസ്സിൽ. പിന്നെ ഇമാം ഷാഫി റളിയല്ലാഹു പോയിട്ടോ, ഈ ചെറുപ്പക്കാരൻ അടിപൊളിയായിട്ട് ഒള്ളോടുത്തു എന്ന് മാത്രമല്ല, ചരിത്രത്തിന്റെ പൂർത്തീകരണത്തിൽ കാണാൻ പള്ളിയിൽ പോയിട്ട് ഷാഫി ഇമാമിനെ പരതാൻ തുടങ്ങി. പരതി കണ്ടെത്തിയിട്ട് അങ്ങോട്ട് പോയി ചോദിച്ചു, ഔസിനിയ ഷെയ്ഖ്, കുറച്ച് ഉപദേശം തരാവോ, എനിക്കൊന്ന് നന്നാവണമായിരുന്നു. ആ അവസരം കിട്ടിയപ്പോൾ ഷാഫി ഇമാം 8 ഉപദേശം കൊടുത്തു. 100 മണിക്കൂർ വിശദീകരിച്ചാലും ആ 8 ഉപദേശം പൂർത്തിയാവില്ല. ഞാൻ ആ 8 ഉപദേശം മാത്രം ഈയിടെ 2 മണിക്കൂർ പ്രസംഗിക്കാൻ ശ്രമിച്ചിരുന്നു, പൂർത്തിയായിട്ടൊന്നുമില്ല. 100 മണിക്കൂർ വിശദീകരിച്ചാലും അത്രയും ആർത്തഗർഭമായ വാക്കുകളായിരുന്നു ആ 8 പോയിന്റിൽ ഇമാം ഷാഫി റളിയല്ലാഹു കൊണ്ടുവരുന്നത്. കണ്ടോ? അപ്പൊ ഒരു ചേർത്തുപിടിക്കലിന്റെ ഫലം ക്ഷണിക്കാതെ തന്നെ അസുഫ ദർസിന് വന്നു എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ചേർത്തുപിടി.
നെഗറ്റീവ് മാത്രം കാണരുത്. ഈയിടെ ഒരു അറബ് പണ്ഡിതൻ എഴുതിയ, അദ്ദേഹം ഇൽമുൻ നഫ്സിൻ്റെ ആളാണ്, എഴുതിയ ഒരു പുസ്തകത്തിൽ, ഒരു കിതാബിൽ വായിച്ചു. ഒരു മുഅസ്സിറായ ആളാണ് എഴുതിയത്. അയാൾ പറയാണ്, നമ്മൾ പൊതുവെ നമ്മളെ വീട്ടിലുള്ള കുട്ടികളോട് കളിക്കരുത്, ഇവിടുന്ന് കളിക്കരുത്, അവിടുന്ന് കളിക്കരുത് എന്നേ പറയുള്ളൂ. ഉദാഹരണത്തിന്, ഈ ബെഡും വന്ന് കളിക്കരുത് നിന്നോട് 1000 വട്ടം പറഞ്ഞതാണ്. ഈ ബെഡ് പിന്നാന്നേ വാങ്ങിയിട്ടുണ്ടാവും, എന്നിട്ട് പിന്നെ 1000 വട്ടം എപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. എന്നാലാവട്ടെ, പൊട്ട് 1000 വട്ടം പറഞ്ഞതാണ്. അദ്ദേഹം പറയാണ്, ശരിക്കും നമ്മൾ ആ കുട്ടീനോട് തിരിച്ചു പറഞ്ഞു നോക്കട്ടെ, മോനു ഇങ്ങോട്ട് വാ, ഉമ്മ മോനിക്ക് കളിക്കാൻ 3 സ്ഥലമാക്കിയിട്ടുണ്ട്. ഒന്നത്, പിന്നെ ഇപ്പുറം, ഇതാ ഈ 3 സ്ഥലത്തും കളിച്ചോളി. ഇങ്ങനെ ആരെങ്കിലും പറയും? ഇല്ല. നമ്മളെ നാട്ടിൽ എപ്പോഴും ഈ നെഗറ്റീവ് മാത്രമേ പറയുള്ളൂ. ഉപ്പ് കൂടിയാൽ ഭാര്യന് കുറ്റം പറയും, ഉപ്പ് കുറഞ്ഞാൽ ഭാര്യക്ക് കുറ്റം ഉണ്ടാവും, ഉപ്പ് കണക്കായാൽ ഫുള്ള് തിന്നിട്ട് ആയിട്ട് പോകും. ഇതാണ് നമ്മുടെ പൊതുവിലുള്ളൊരു സിസ്റ്റം. അത് മതിയാക്കുക. വിഷയത്തിലേക്ക് തിരിച്ചു വരുന്നു. ഈമാനോടെ മരിച്ചു കിട്ടാന് മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങണം. റിളർ റബ്ബി ഫീ റിളൽ വാലിദ്. ഉപ്പയുടെ പൊരുത്തം, ഉപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം. അതിന് 2 അർത്ഥമുണ്ട്. മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ് ഒരാൾക്ക് നല്ല മരണം ഉണ്ടാവുക. 6ാമത്തെ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്, അത് വർദ്ധിപ്പിക്കുന്നവർക്ക് ഈമാനോടുള്ള മരണം ഉണ്ടാവും. സ്വലാത്ത് എല്ലാം നമ്മൾ നല്ലോണം എന്ന് പറഞ്ഞാൽ അവനവന്റെ നിർബന്ധ സമയങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പരമാവധി സ്വലാത്ത് എല്ലണം. അപ്പോഴാണ് അയാൾ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നയാൾ എന്ന് പറയുക. ഇനി ഒരു 10 മിനിറ്റ് നിങ്ങളെ ഈ പഠനത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. ഇന്ന ഔലൻ നാസിബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാ. ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുപ്പമുള്ളവർ കൂടുതൽ സ്വലാത്ത് ചെല്ലുന്നവരാണ്. എന്താണ് ഈ കൂടുതൽ സ്വലാത്ത് ചെല്ലുന്നവർ എന്ന് പറഞ്ഞാൽ? 2 അർത്ഥം. ഒരർത്ഥം, ചുരുങ്ങിയത് ഡെയിലി 300 സ്വലാത്ത് ചെല്ലുന്നവർ, ഒരർത്ഥം. ഒരുപാട് ആലിമീങ്ങൾ അങ്ങനെയാണ് അഭിപ്രായപ്പെട്ടത്. മറ്റൊരർത്ഥം, അയാൾ എല്ലാ ഫ്രീ ടൈമിലും സ്വലാത്ത് ചെല്ലുന്ന ആളാണ്. തീർന്നില്ല, അയാളെങ്ങാനും മരിച്ചാൽ അയാളെ കൂടുതൽ അറിയുന്ന ഒരാൾ, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, പറയും മൂപ്പര് ഒരു സ്വലാത്തിന്റെ ആളാണ്, അതാണ് കൂടുതൽ സ്വലാത്ത് ചെല്ലുക. അങ്ങനെ ഒരു ആത്മീയ വിലാസം കൂടപ്പിറപ്പായ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അയാൾ അക്സറുഹും അലയ്യ സ്വലാ. ഇബ്നു ഹജർ തങ്ങളുടെ അദ്ദുറുൽ മല്ലൂദിനെ വിശദീകരിച്ചുകൊണ്ട് അബ്ദുല്ലാഹി സിറാജ് തങ്ങൾ പറയുന്ന വ്യാഖ്യാനം അങ്ങനെയാണ്. അതിമനോഹരമായ വ്യാഖ്യാനമായി തോന്നി. എന്ന് പറഞ്ഞാൽ മൂപ്പര് ഡ്രൈവ് ചെയ്യുമ്പോഴും ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെ മൂപ്പരുടെ ചുണ്ടിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്തായിരിക്കും. അതാണ് കൂടുതൽ സ്വലാത്ത് ഇല്ലെന്ന ആളെന്ന് അർത്ഥം. അതിനർത്ഥം നിർബന്ധമെല്ലാം ഒഴിവാക്കിയിട്ട് സ്വലാത്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നൊന്നും അല്ല കേട്ടോ. അങ്ങനെ താത്താമാര് വിചാരിക്കരുത്. പിന്നെ നമുക്ക് ചിലപ്പം തോന്നും ഞാൻ ഈ ചെയ്യുന്നത് ഖൈറല്ലേ എന്ന്. പിന്നെന്തിനാണ് അത് ചെയ്യണ്ടെന്ന് ഇന്ന ഉസ്താദ് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് പറയുന്നത്, എൻ്റെ പഠിച്ച ഒരു മോന് പറയുന്നത്, ഞാൻ ചൊല്ലുന്നത് സ്വലാത്തല്ലേ, ഞാൻ പാടുന്നത് റസൂലുള്ളാഹിന്റെ മദ്ഹല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നമ്മൾ വിചാരിക്കരുത്. കാരണം ആ പാടുന്നത് മദ്ഹാണെങ്കിലും രീതിയിൽ ബാങ്ക് കൊടുക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോൾ സ്വലാത്ത് എല്ലുന്നതാണെങ്കിലും നിനക്ക് റിയാഇൻ്റെയോ കിബറിൻ്റെയോ ദുന്യവിയോ നഫ്സാനിയോ ആയ എന്തെങ്കിലും ഒരു രോഗം ഉള്ളത് കൊണ്ടായിരിക്കും ആ ഗുരുവര്യർ, ആ മതപണ്ഡിതൻ, ആ ശൈഖ്, അല്ലെങ്കിൽ സർവോപരി സമസ്തയുടെ ആലിമീങ്ങൾ അത് നമ്മളെ അതിൽ നിന്ന് മാറിയിക്കണം എന്ന് പറയണത്. അത് നമ്മൾ തിരിച്ചറിയണം. അവിടെ ഞാൻ ചൊല്ലുന്ന സ്വലാത്തല്ലേ, അതിന് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ എന്താ, വേറെ കമന്റ് ഒന്നും അടിക്കുന്നില്ലല്ലോ എന്ന് ന്യായീകരിക്കരുത്. എന്ന് ആര് പറയുന്നു? ഞാനല്ല. എടുക്കാണ് കിതാബ്. കിതാബിന്റെ പേരാദ്യം വായിക്കാം. ബഹ്ജത്തുൻ നുഫൂസി വൽ അഹ്ദാഖ് ഫീമാ തമയ്യസ ബിഹിൽ ഖൗമു മിനൽ ആദാബി വൽ അഖ്ലാഖ്. പേര് തീർന്ന് മുസന്നിഫ് ഇമാം അബ്ദുൽ വഹാബ് അശ്ശഅറാനി റളിയല്ലാഹു അൻഹു. 2 വാള്യമുള്ള കിതാബാണ്. വാള്യം 1
പേജ് 363 വായിക്കാണ്. ആലിമീങ്ങൾ ചിലപ്പോ സാധാരണക്കാരായ ആളെ ചില കാര്യത്തിൽ നിന്ന് വിലക്കും മാറ്റി നിർത്തും. അതിൽ ചിലരും പെടും. ആരോടും അൽ മുദ്ദാഹു അൽ മുഅദ്ദിൻ, മദ്ഹ് പാടുന്നവർ അല്ലെങ്കിൽ ബാങ്ക് കൊടുക്കുന്നവർ, അവരോടൊക്കെ പറയും, നിന്റെ ആ മദ്ഹ് പാട്ട് തൽക്കാലം നിർത്തിയേക്ക്, നീ ആ മദ്ഹിന്റെ മജ്ലിസിൽ പോകണ്ട. ഉസ്താദേ, അത് ബുർദന്റെ മജ്ലിസൽ, നീ പോണ്ട മോനെ, നീ പോണ്ട, നീ ഇനി മുതൽ ബാങ്ക് കൊടുക്കണ്ട, ബാങ്ക് കൊടുക്കണ്ട. അപ്പോ നമ്മൾ വിചാരിക്കും അതെന്താ എതിർക്കണത്? അത് എതിർക്കുന്നെന്ന് പറഞ്ഞാൽ وهو مع ذلك يعتقد أنه مخلص في مدحه لرسول الله صلى الله عليه وسلم وأنه محب له صلى الله عليه وسلم. ഞാൻ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അല്ലേ റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടുന്നത്, പിന്നെ എന്തിനാണ് എന്നോട് അങ്ങനെ പാട്ട് പാടണ്ട, എന്നോട് അങ്ങനെ ചെയ്യണ്ട, ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണ്ട, ആ മജ്ലിസിൽ പങ്കെടുക്കണ്ടെന്ന് എന്നോട് എന്തിനാ അങ്ങനെ പറയുന്നത്? ഞാൻ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെട്ടിട്ടല്ലേ ചെയ്യുന്നത് എന്ന് അയാൾക്ക് ചിലപ്പോൾ തോന്നും. വൽഹാലു, യഥാർത്ഥത്തിൽ അവിടെ അന്നൽ ബാഇസ ലഹു അലൽ മദഹി, അയാൾ ശരിക്കും മദ്ഹ് പാടുന്നത് അൽ ഇലലു നഫ്സാനിയ, വ്യൂവേഴ്സ് കൂടാനും കുറെ പെണ്ണുങ്ങന്മാര് കമന്റ് അടിക്കാനും അല്ലെങ്കിൽ വേറെന്തെങ്കിലും ദുരുദ്ദേശത്തിലായിരിക്കും. വദ്ദുന്യവിയ, അല്ലെങ്കിൽ വേറെ ദുന്യാവിന്റെ താല്പര്യം ഉണ്ടാവും. മിൻ നുഖൂത്തിൻ, എന്തെങ്കിലും ചില്ലറ കിട്ടാനോ ഔ ഗൈരിഹി, അല്ലെങ്കിൽ വ്യൂവേഴ്സ് കൂടാൻ തന്നെ വേണമെങ്കിൽ പറയാം, അതിനൊക്കെ ആയിരിക്കും, അതിനായിരിക്കും. ഇപ്പം ചില മദ്ഹ്ഗാനൊക്കെ ഉണ്ട്. ഫാത്തിമ ബീവിന്റെ ശരീരപ്രകൃതിയും ശരീര സൗന്ദര്യമൊക്കെയാണ് അതിലെ പ്ലോട്ട്. ഫാത്തിമ ബീവിനെ അലിയർലാനും ആസ്വദിച്ചോളൂട്ടാ. ഹലോ, അത് നാട്ടുകാർക്ക് ആസ്വദിക്കാനുള്ളതല്ല, അത് അലിയർലാനുള്ളതാണ് കേട്ടാ. വിഷയത്തിലേക്ക് തിരിച്ചു വരിക. അപ്പോ യഥാർത്ഥത്തിൽ ഇവനിക്ക് ഈ ഹൃദയത്തിൽ രോഗമുള്ളത് കൊണ്ടായിരിക്കും ആലിമീങ്ങൾ അതിനെ എതിർത്തിട്ടുണ്ടാവുക. അയാൾക്ക് തോന്നും ഞാൻ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെട്ടിട്ട് സ്വലാത്തിൽ നിന്ന് എന്തിനാ മാറ്റി നിർത്തുന്നത് എന്ന്. റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്യുന്ന ഏതൊരു മനുഷ്യനും പേടിക്കണം. എന്ത് പേടിക്കണം? മിൻ ഇൻകാരിഹി ഫീ ഖൗലി ശൈഖി, ഉസ്താദുമാര് പറയുമ്പോൾ അതിനെ എതിർക്കാൻ നീ ഒരിക്കലും പോകരുത്, അത് നീ പേടിക്കണം. ഉസ്താദ് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടായാല്, നീ മദ്ഹ് ചെയ്യാനൊന്നും ഫീ മജ്ലിസിന, നമ്മളെ മജ്ലിസിൽ ഈ പാട്ട് പാടാനും ആ മലയാള പാട്ടും ഈ പാട്ടൊന്നും ഇങ്ങോട്ട് പാടണ്ട എന്ന അർത്ഥത്തിൽ അവർ പറഞ്ഞിട്ടുണ്ടാവും. വയഖൂലു ഫീ നഫ്സിഹി, അപ്പം ഈ മദ്ഹ് പാടുന്ന ചങ്ങായി ചിന്തിക്കും, കൈഫ യഅ്മുറുനി, എന്നോട് ഉസ്താദ് എന്താ ഈ പറയണത്, ബി തർക്കി മദ്ഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടണ്ടെന്നാ, അതെന്ത് എതിർക്കണത്? അങ്ങനെയൊന്നും മോനെ നീ ചിന്തിച്ചേക്കരുത്. കാരണം ഫഇന്ന ശൈഖ, നിന്നോട് ഈ ഉസ്താദ് ഇന്നമാ അറാദ ബിദാലിക തഖരീബഹു മിൻ ഹളറത്തി മഹബ്ബത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്നെ ഒറിജിനൽ മഹബ്ബത്തിലേക്ക് എത്തിക്കാനാണ്. നീ ചില്ലറ കിട്ടാനോ വ്യൂവേഴ്സ് കൂടാനോ വേറെന്തെങ്കിലും ഉദ്ദേശത്തിൽ ഈ കാട്ടിപ്പോയിട്ട് ഇങ്ങനെ കുറേ നല്ല പച്ചപ്പല്ലായിട്ട് ഇങ്ങനെ പാട്ടും പാടി ആടിക്കളിക്കുന്നതൊക്കെ എന്തെങ്കിലും വേറെ ദുന്യവിയായ ചിന്ത വരുന്നോണ്ടായിരിക്കും നിന്നെ അതിൽ നിന്ന് മാറ്റി നിർത്തുന്നത് കേട്ടാ. നിന്നെ ശരിക്കും റസൂലുള്ളാഹിലേക്ക് അവര് അടുപ്പിക്കുകയാണ്. കാരണം ലി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ അഖ്ലാഖിൽ ഇലാഹിയ്യ, അള്ളാഹു പഠിപ്പിച്ച സ്വഭാവത്തിൽ തഖല്ലഖു ബി അഖ്ലാഖില്ലയിലായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ളത്. അള്ളാഹുവിന് ഒരിക്കലും റിയാഉം സുമഅത്തും ആളെ കാണിക്കലും കിബറുണ്ടാവലും അതൊന്നും അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, അത് റസൂലുള്ളാഹിക്കും ഇഷ്ടമുണ്ടാവില്ല. അതല്ലാണ്ട് സ്വലാത്ത് എങ്ങനെ ഇല്ലാലും കൂലിയുണ്ട്, അങ്ങനെയല്ല കൗലുണ്ട്, അത് ശരി തന്നെ, അത് കിതാബിൽ ഇല്ലായിട്ടല്ല, എന്നാലും നീ ആരെയും കാണിക്കാനല്ല സ്വലാത്തല്ല ഉണ്ട്. ശരിക്കും ഇപ്പോഴത്തെ തലമുറ ചൊല്ലുന്നതിനേക്കാൾ കൂടുതൽ പഴയ ഉമ്മാമ്മമാരൊക്കെ ചൊല്ലിയിട്ടുണ്ട്. പക്ഷെ അവർ ചൊല്ലിയ സ്വലാത്ത് വേറെ ആരും അറിയില്ല, റസൂലുള്ളാഹി മാത്രമേ അറിയുള്ളൂ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ആരും അറിയില്ല. എന്തിനാ അറിയിക്കുന്നത്? അതുകൊണ്ടാണ് ചില ഓൺലൈൻ തട്ടിപ്പുകളിൽ, ഓൺലൈൻ ആത്മീയ മജ്ലിസുകളിൽ നിങ്ങൾ പെടരുത്, നിൽക്കരുത്, ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിക്കണം, മാറിയിക്കണം എന്ന് പറയുന്നത്. അതെന്താ സ്വലാത്ത്? ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നും, ഉസ്താദ് ആഖിറത്തിൽ മറുപടി പറയേണ്ടി വരും, ഉസ്താദാണ് ആ ഗ്രൂപ്പ് തന്നെ ലെഫ്റ്റ് അടുപ്പിച്ചത്. അങ്ങനെ പറയുമ്പോൾ പേടിക്കുക ഉസ്താദ്മാര്. എവിടെ പഠിക്കാൻ? ഇതിനെക്കാട്ടി വലുത് വന്നിട്ടില്ല, പഠിക്കുന്നു. അത് പഠിക്കുന്നു. നമുക്ക് ഇമാമിയങ്ങളില്ലേ? ഇസ്ലാമിന്റെ ആ റൂട്ടിൽ തന്നെ നമ്മൾ പോകണം.
എൻ്റെ വിഷയം മാറുന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ആത്മാർത്ഥമായി സ്വലാത്ത് ഇല്ലെന്നവർ അവർ ഈമാനോടുള്ള മരണം വരിക്കുന്നവരാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈമാൻ ഇല്ലാതെ മരിച്ചു പോകുന്നതിൻ്റെ കാരണങ്ങൾ എന്താണ്? എന്താ കാരണം? കുറച്ച് ഉദാഹരണത്തിന് കൊണ്ടുവരുന്നേ ഉള്ളൂ കേട്ടോ, 2 പാർട്ടിൽ നിന്നും. 1, മദ്യപാനം, ലഹരിയുടെ ഉപയോഗം. 2, സക്കാത്ത് കൊടുക്കാതിരിക്കൽ. 3, ഫർള് നിസ്കാരത്തിൽ വീഴ്ച വരുത്തൽ. 4, ആലിമീങ്ങളെ തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തൽ, കുറ്റപ്പെടുത്തൽ, അവരോട് വെറുപ്പുണ്ടാവൽ. ഒരൊറ്റ തങ്ങളോടും ഒരു സയ്യിദിനോടും നമുക്ക് വെറുപ്പുണ്ടാവരുത്. ഇന്ന ശാനിയക ഹുവൽ അബ്തർ, തങ്ങളെ വെറുപ്പിച്ചവൻ്റെ അഡ്രസ് ഉണ്ടാവില്ല നബിയെ എന്ന സൂറത്തുൽ കൗസറിലുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്തിനെ വെറുപ്പിച്ചാൽ റസൂലുള്ളാഹിക്ക് വെറുപ്പുണ്ടാവും. അതിനങ്ങനെ ഒരർത്ഥമുണ്ട്. ആലിമീങ്ങളെ വെറുപ്പിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെറുപ്പുണ്ടാവും എന്ന് മാത്രമല്ല, ആയത്തിൻ്റെ ഒരു വിശാലമായ ഒരു അർത്ഥമുണ്ട്. എന്താ അർത്ഥം എന്നറിയാം? ഗ്രന്ഥങ്ങളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗുണങ്ങൾ മേളിക്കുന്ന ആരെല്ലാം ഉണ്ടോ, റസൂലുള്ള ധർമ്മിഷ്ഠനാണ്, സ്വതക്ക ചെയ്യുന്ന ആളാണ്, ദാനധർമ്മം ചെയ്യുന്ന ആളാണ്. ദാനധർമ്മം ചെയ്യുന്ന ആളെ വെറുക്കാൻ പാടില്ല. അത് റസൂലുള്ളാഹിന്റെ സ്വഭാവമുള്ള ആളെ വെറുക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവിനോട് താല്പര്യമില്ലാത്തയാളാണ്. അപ്പൊ അങ്ങനെ ജീവിക്കുന്ന പാപ്പറായ ആൾക്കാരൊക്കെ ഉണ്ടാവും, അവർക്ക് ദുനിയാവിനോടും താല്പര്യം, അവരെ കളിയാക്കാൻ പാടില്ല. അത് റസൂലുള്ളാഹിനെ വെറുപ്പിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ ആബിദാണ്, കാല് നീര് കെട്ടുന്നവരെ നിസ്കരിച്ച ആളാണ്. അപ്പൊ നല്ലോണം ഇബാദത്ത് ചെയ്യുന്ന ആബിദീങ്ങൾ ഉണ്ടാവുമല്ലോ, അവരെ പരിഹസിക്കരുത്, വെറുക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വലിയ ആലിമാണ്. അപ്പൊ ആലിമീങ്ങളെ വെറുക്കരുത്. റസൂലുള്ളാഹിക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടോ ആ ഗുണങ്ങളെല്ലാം മേളിക്കുന്നവർ, അല്ലെങ്കിൽ അതിലേതെങ്കിലും ഒരു ഗുണം ഉള്ളയാൾ, അവരോട് വെറുപ്പുള്ളവർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ ഈ ആയത്തിന്റെ വ്യാപ്തിയിൽ പെടും എന്ന് മജ്മുഉൽ മുഅല്ലഫീനിൽ കാണാം. അങ്ങനെയാണ് അർത്ഥം. അതാണ് സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മുഅ്മിനീകളെ വെറുപ്പിച്ചാൽ, മുഅ്മിനീകളെ വേദനിപ്പിച്ചാൽ ഈമാൻ ഇല്ലാത്ത മരണം ഉണ്ടാവും. ഈമാൻ ഇല്ലാത്ത മരണം ഉണ്ടാവും. ഈമാൻ ഇല്ലാതെ മരിച്ചു പോകുന്ന അടുത്തൊരു തെറ്റാണ് ഹുബ്ബുൽ മാൽ, ഹുബ്ബുൽ ജാഹ്. അത് ഭയങ്കര പ്രശ്നം. ഹുബ്ബുൽ മാൽ, പണത്തോടുള്ള മോഹം. ഹുബ്ബുൽ ജാഹ്, സ്ഥാനത്തോടുള്ള പൂതി. കസേര കിട്ടണം, ബാഡ്ജ് കിട്ടണം, അങ്ങനെയാണ്. ആദരവുകളുടെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുക കൂടി ചെയ്യുന്നത്. അനങ്ങിയ ആദരവാണ്. ഞാൻ തന്നെ ഇപ്പോ എനിക്കിവിടെ കൊണ്ടുവന്ന വെള്ളങ്ങാനും കുടിച്ച് അവിടെ വെച്ച് ഗ്ലാസ് തട്ടി താഴെ വീണ് സംഘാടകരിൽ ആരെങ്കിലും ആ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഗ്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് താഴെ ഇറങ്ങി ആ ഗ്ലാസ് എടുത്തിട്ട് ഇവിടെ വെച്ചാൽ, ഞാൻ എണീറ്റിട്ട് വരുമ്പോഴേക്ക് ഷാളും മൊമെന്റോവും റെഡി ആയിട്ടുണ്ടാവും. പ്രഭാഷണത്തിന് വന്നിട്ട് പോലും താഴ്മയുടെ മകുടോദാഹരണവും, എന്താ പിന്നെ ബാക്കി എനിക്ക് അധികം മലയാളം അറിയില്ല, ആയ ഉസ്താദിനെ ആദരിക്കുന്നു, ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഒരു വല്ലാത്തൊരു കാലാണ്, ഒരു വല്ലാത്തൊരു കാലാണ്. ഖൈറ് ചെയ്യുന്നതൊക്കെ എന്തിനു വേണ്ടിയാവണം നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം. രാത്രി നാട്ടുകാരുടെ വിഷമങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി രാത്രി നാട് ചുറ്റുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ശബ്ദം കേൾക്കുകയാണ്. ഖലീഫ ഉമർ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, നമുക്കൊന്നും തിന്നാനും കുടിക്കാനൊന്നും ഇല്ലാത്തത്, അവർക്കൊന്നും എന്താ വിഷമാവാത്തത്, നീതിമാനാന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും ഒന്നും കിട്ടണില്ലല്ലോ എന്ന പരാതിയാണ് കേൾക്കുന്നത്. ഉമർ അള്ളാഹുവിന്റെ വാതിൽ മുട്ടി. ആ വീട്ടിൽ നിന്ന് ഉമ്മാമ ചോദിച്ചു, ആരാ വാതിൽ മുട്ടണത്? അതിന് ഉമർ അള്ളാഹു സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താ അറിയോ? ഞാൻ 3 PG കഴിഞ്ഞു, ഇപ്പൊ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യുകയാണ് എന്നല്ല പറയണത്. നമുക്കൊക്കെ ഇപ്പൊ അനങ്ങിയാൽ നമ്മുടെ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ഇങ്ങോട്ട് പറയലാണ്. ഉമർ അള്ളാഹു എന്താ പരിചയപ്പെടുത്തുന്ന വർത്താനം എന്നറിയോ?
ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തിയ ദുർബലനായ ഒരു അടിമയാണ് വാതിൽ മുട്ടുന്നത്. ഓഹോ, അങ്ങനെ പാകപ്പെടുത്തിയ മജ്ലിസായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസ്. ഓരോ സ്വഹാബിമാരെയും വാതിൽ തുറന്നിട്ട് പെണ്ണുങ്ങളോട് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ പ്രശ്നം? ഇവിടെ തിന്നാനും കുടിക്കാനൊന്നുമില്ല. ഈ വന്നാള് ഖലീഫയെന്നൊന്നും ആ താത്താക്ക് അറിയില്ല. അവര് പറഞ്ഞു, ഇവിടെ തിന്നാനില്ലായിട്ടും കുടിക്കാനില്ലായിട്ടും ഈ വിഷമമൊന്നും ഖലീഫ അറിയണില്ലല്ലോ എന്ന്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ച് ആ പെണ്ണുങ്ങളോട് ചോദിച്ചു, അത് അവരറിയാത്തോണ്ടായിരിക്കൂലേ, പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പൊ ആ പെണ്ണുങ്ങൾ കുറച്ച് സ്ട്രോങ്ങിലായി. ഓ, നാട്ടിലുള്ള ഒരു പ്രജയുടെ വിഷമം അറിയില്ല, പിന്നെന്തിനാ മുപ്പർ ഖലീഫയത്? അങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹു മഹ്ശറിൽ അള്ളാഹ് സമ്മതിച്ചിട്ട്, ഓ പോയിക്കോ ഉമറെ എന്ന് അള്ളാഹ് സമ്മതിക്കില്ലോ എന്ന് അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ സമ്മതിക്കുവാണെങ്കിൽ ഉമർ രക്ഷപ്പെടുന്ന ഒന്ന് കാണണമല്ലോ എന്ന് പറയുമ്പോഴേക്ക് വാതിലിന്റെ പുറത്ത് ഇത്ര നേരം സംസാരിച്ച ഖലീഫനെ കാണുന്നില്ല. പെണ്ണുങ്ങൾ പരുതാൻ തുടങ്ങി, കാണുന്നില്ല. താഴെ വീണിട്ടുണ്ട്, ബോധം പോയിട്ടുണ്ട്. അള്ളാഹിന്റെ മഹ്ശറ പറഞ്ഞപ്പോൾ ബോധം പോയി. ബുൽഖീൻ ഇമാമിന്റെ തദ്കിറയിലുണ്ട് ചരിത്രം. എന്താ ഈ വർത്താനം കേൾക്കണമൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കി. അല്ലാ, നമുക്ക് അങ്ങനെ ഒന്നും ചിന്ത ഉണ്ടാവരുത്. ഒരു കാലം കഴിയുമ്പോൾ പണത്തോടുള്ള മോഹം പോവും, പിന്നെ MLA MP സീറ്റൊക്കെ ഉണ്ടാവുക. അങ്ങനെ ഇപ്പോഴത്തെ ഒരു കാലത്തിൻ്റെ പ്രശ്നമൊന്നും അല്ല കേട്ടോ. നമ്മൾ ചെയ്യുന്നത് ഈ ഏറ്റവും ചെറിയൊരു വാക്കിന് വേണ്ടിയായിരുന്നു. ആ വാക്ക് ആശയാണ്, ലില്ലാഹി. ലില്ലാഹി, ഇതിനു വേണ്ടിയാണ് എല്ലാം ചെയ്യേണ്ടത്. ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതിനു വേണ്ടിയായിരിക്കണം എല്ലാം. ഇതേ കിതാബിൽ തന്നെ ഷെഹ്റാനി ഇമാം റഹിമഹുല്ലാഹ് ഒരിടത്ത് പറയുന്നുണ്ട്, 40 കൊല്ലം ഒന്നാം സഫിൽ നിസ്കരിച്ച ഒരു പണ്ഡിതൻ ഒരു ദിവസം കുറച്ച് ഡിലേ ആയിപ്പോയി, ഒന്നാം സഫ് മിസ്സായി, രണ്ടാം സഫിലെത്തി. അപ്പോൾ ആ മഹാന് ഭയങ്കര നാണക്കേട് പോലെ, അല്ലാ എല്ലാവരും എന്നെ കണ്ടേക്കോ എന്നുള്ള പേടിയാണോ ഈ നാണക്കേടിൻ്റെ പിന്നിൽ നിന്ന് വീട്ടിലെത്തിയിട്ട് ചിന്തിച്ചു, ഞാനെന്തിനാ ഇപ്പോൾ രണ്ടാം സഫിലെത്തിയപ്പോൾ ഒരു നാണക്കേടാവേണ്ട ആവശ്യം? അത് ഡിലേ ആയതുകൊണ്ടല്ലേ, അറിഞ്ഞം കൊണ്ടൊന്നുമല്ലല്ലോ. പക്ഷെ എനിക്ക് ആ സമയത്ത് കുറച്ചൊരു ചമ്മലുണ്ടായിരുന്നല്ലോ, ഒരു നാണക്കേട്. ആൾക്കാർ കാണുന്നതുകൊണ്ടുള്ളൊരു നാണക്കേടാണോ? അപ്പോൾ ഈ 40 കൊല്ലം ഒന്നാം സഫിൽ നിസ്കരിച്ചത് ആൾക്കാരെ കാണിക്കാനായിരിക്കും അല്ലേ? അത് ശരി, ഒരു പണിഷ്മെൻ്റ് കൊടുത്തു. എന്താ പണിഷ്മെൻ്റ് എന്നറിയോ? 40 കൊല്ലത്തെ നിസ്കാരം മാറ്റി നിസ്കരിച്ചു. 40 കൊല്ലത്തെ SLR ക്യാമറയുടെ കാലത്ത്, ലൈവിൻ്റെ കാലത്ത് കൂടുതൽ ജാഗ്രത വേണം. ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹ്ക്ക് വേണ്ടിയാണ്, വേറെ ആർക്കും വേണ്ടിയല്ല, വേറെ ആർക്കും വേണ്ടിയല്ല. ഞാൻ എല്ലാ ദിവസവും ഇവിടെ വരുമ്പോൾ, ഉമ്മാമ നിങ്ങളാരോ കുളിപ്പിച്ച് ഭക്ഷണമെല്ലാം കഴിപ്പിച്ച് വിടുണ്ടല്ലോ, ആരാണത്? അറിയില്ല മോനെ, നാളെ നോക്കാം. കുറച്ച് നേരത്തെ പോയി നോക്കി ഉമർ തങ്ങൾ. അപ്പോൾ ഈ ലോകം മുഴുവൻ കീഴടക്കിയ നന്മയുടെ വക്താവ് സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ് ഉമ്മാമൻ്റെ വീട്ടിൽ പരിചരണത്തിനെത്തിയിരിക്കുന്നത്. ആരും ചാനലുകാരൊന്നും ഉണ്ടായില്ല അന്ന്, ഒരാളുമില്ല. ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഓ, ഖലീഫയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേൾക്കാണ് ഒരു വീട്ടിൽ നിന്ന്. എന്താ കേൾക്കുന്നത് അറിയോ? ഖലീഫയായ അന്നത്തെ ദിവസം കേൾക്കണത് എന്താ കേൾക്കണത്? ഇന്നലെ വരെ നമുക്ക് ഒട്ടകത്തിൻ്റെ പാല് കറന്നുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണല്ലോ. ഓരിപ്പോൾ ഇവിടുത്തെ രാജാവും ഖലീഫയൊക്കെ ആയില്ലേ, അതിനി നമുക്ക് ആരെങ്കിലുമൊക്കെ ഒട്ടകത്തിന് കറന്നു തരാൻ അസൈൻ ചെയ്യണ്ടേ? അപ്പം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അത് തൽക്കാലം അവിടെ ഹോൾഡ് ചെയ്തിട്ട് ആ വീട്ടിലേക്ക് പോയിട്ട് പറഞ്ഞു, ഇന്നലെ വരെ ആ ഒട്ടകത്തിന് പാല് കറന്ന ആള് ഇന്ന് സമയമാകുമ്പോൾ വരും. അബൂബക്കർ വേലകടി എത്തിപ്പോയിട്ടൊന്നുമില്ല, തെങ്ങുമ്മലൊന്നും കയറിയിട്ടില്ല, ഈ ഭൂമിയിൽ തന്നെ ഉണ്ട്. ജാമിഉൽ ഉലൂം വൽ ഹികം ഫീ ശർഹി 50 ഹദീസൻ മിൻ ജവാമിൽ കലിം എന്ന കിതാബിലുണ്ട് ഈ ചരിത്രം. നമുക്ക് ആരല്ലോ പുകഴ്ത്തും. ഇപ്പം പുതിയ കാലത്ത് പുകഴ്ത്തലിന് മാത്രം ഒരു ജോലിയൊക്കെ ഉണ്ട്, ആൾക്കാരെ പുകഴ്ത്താൻ വേണ്ടി മാത്രം. അതിലൊന്നും നമ്മൾ പെട്ടുപോകാൻ പാടില്ല, അതിലൊന്നും പെടരുത്.
നമ്മൾ അബ്ദുള്ളമാരാണ്, അള്ളാഹുവിൻ്റെ അടിമ. ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. അബ്ദുള്ളമാരാണ്, അള്ളാഹുവിൻ്റെ അടിമ. അള്ളാഹുവിൻ്റെ അടിമയാകുമ്പോൾ ഹത്തിം സ്വനമക്ക വകുൻ ഇൻദ നഫ്സിക സഗീറ, നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഞാൻ എന്ന ഒരു ബിംബത്തിനെ നിർമ്മിച്ച് ആ ബിംബത്തിനെ ആരാധിക്കല നിന്റെ പരിപാടി. ആ ബിംബത്തിനെ നീ പൊളിച്ചു കളയണം. ഹത്തിം, നീ പൊളിക്കൂ. സ്വനമക്ക, ഞാൻ എന്നൊരു ബിംബത്തെ മനസ്സിൽ വെച്ചിട്ട് എനിക്കവിടെ പോയാൽ കാർ പാസ് കിട്ടുമോ, ബാഡ്ജ് കിട്ടുമോ, ചെയർ കിട്ടുമോ? ശരിക്കും VIP ലോഞ്ചിൽ ഫുഡ് കഴിച്ച വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. നമ്മളെ മുത്താലിങ്ങൾ നമ്മളെല്ലാവരും തിന്നുന്ന ചപ്പാത്തി നെയ്ച്ചോറിൻ്റെ പുറമെ അണ്ടിപ്പരിപ്പ് അത്രയേ ഉള്ളൂ. വലിയ കാര്യമൊന്നും ആക്കണ്ട, വലിയ കാര്യമൊന്നും ആക്കണ്ട. ഒരു കാർ പാസ് കിട്ടിയെന്ന് വെച്ചിട്ടൊന്നും സംഭവിക്കാന്ന് പോകുന്നില്ല. ഒരു ആജിയാരുടെ പേര് നോട്ടീസിൽ വന്നാൽ മഴക്കാലത്താണെങ്കിൽ ഉതിർന്നു പോകും മഴ കൊണ്ടാൽ. വേനൽക്കാലത്താണ് ആ പോസ്റ്റർ ഒരു പശു വന്ന് കടിച്ചാൽ എന്നിട്ട് കടിച്ച് നിന്ന് പോവും. വേറൊന്നും സംഭവിക്കണില്ല. പൊട്ടത്തരാണ് ആലോചിക്കണത്. മെയ്ക്കിലൂടെ പേര് വായിച്ചാൽ എന്ത് കിട്ടാൻ, എന്ത് കിട്ടാൻ? സൂഫിസത്തിന്റെ A-Z പഠനം നടത്തിയാൽ കോൾ ലെറ്റർ A ഓൺ ദി സ്റ്റേജ്. ജഡ്ജസ് പ്ലീസ് നോട്ട്, കോൾ ലെറ്റർ A ഓൺ ദി സ്റ്റേജ്. ഈ A എന്താണെന്നറിയാം? സൂഫിസത്തിന്റെ ലബഹുൻ നഫ്സ്, ഞാൻ എന്നുള്ളതിനെ ഡിലീറ്റ് ആക്കുക, ഞാൻ എന്നുള്ളതിനെ ഡിലീറ്റ് ചെയ്യുക. ഇതാണ് A. എന്നിട്ടാണ് Bയും Cയും ഒക്കെ പഠിക്കാനുള്ളത്. ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. Z വരെ യാത്ര ചെയ്യണമെങ്കിൽ ലബഹുൻ നഫ്സ്, ഞാൻ എന്നുള്ളതിനെ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ പ്രധാന ഉസ്താദുമാരുടെ തൊട്ടു പിന്നിൽ നേരെ ബേക്കിലിരുന്നാൽ മീഡിയ കവറേജ് കിട്ടുമെന്ന ചിന്ത കടുത്ത തെറ്റായിരിക്കും. ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ പ്രാവശ്യത്തെ 5 ദിവസത്തെ പരിപാടി എങ്ങനെയുണ്ട്? അടിപൊളി. മുമ്പെങ്ങാനും ഇല്ലാത്തവണ്ണം ഈ 5 ദിവസത്തെ പരിപാടി സൂപ്പറായിന് ആരോ പറഞ്ഞപ്പോൾ പറയാണ്, ആരാ കൺവീനർ നോക്കണോന്ന്. 1 മിനിറ്റത്തെ കോളർ അനക്കൽ കൊണ്ട് തീർന്നു പോകും 10 രാത്രത്തെ ഉറക്കൊഴിവാക്കൽ, തീർന്നു പോകും. നീ ഞാൻ എന്ന ബിംബത്തിനെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ആ ഞാൻ എന്നുള്ളതിനെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഫോട്ടോയും ഹൈലൈറ്റ് വീഡിയോയും വിട്ടപ്പോൾ നീ പിന്നെയും സൂമാക്കി നോക്കുകയാണ് ഞാൻ എങ്ങനെ ഉണ്ട് എന്ന്. നീ ഇപ്പോൾ ആരാണ് ആരാധിക്കണത്? ഹത്തിം സ്വനമക്ക, ഞാൻ എന്നുള്ളതിനെ ബിംബമാക്കി ആരാധിക്കുന്നത്. ആ ബിംബത്തെ പൊളിക്കൂ. എന്നിട്ട് വകുൻ ഇൻദ നഫ്സിക സഗീറ, നീ നിന്റെ ഉള്ളിൽ ചെറുതാകൂ. അങ്ങനെ ചെറുതായാലുള്ള മെച്ചം എന്താ? എല്ലാം അള്ളാഹുവിന് വിട്ടുകൊടുക്കും. അതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മാ നഫഅനി മാലു ഖത്തു മാ നഫഅനി മാലു അബൂബക്കർ. അബൂബക്കറിന്റെ സ്വത്ത് ഉപകാരപ്പെട്ട അത്രയും എനിക്ക് ജീവിതത്തിൽ ആരുടെയും സ്വത്ത് ഉപകാരപ്പെട്ടിട്ടില്ല. ഇത് കേട്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒറ്റ കരച്ചിൽ. എന്താ സിദ്ദീഖെ കരയണത്? നബിയെ, എന്തിനാണ് ഈ അബൂബക്കറിൻ്റെ എന്ന് പേര് പറഞ്ഞത്? അത് വേണ്ടായിരുന്നു. എന്താ മോനെ? അബൂബക്കറിൻ്റെ സ്വത്ത് തങ്ങൾക്ക് ഞാൻ പണ്ടേ തന്നു, അബൂബക്കറിനെ തന്നെ തന്നല്ലേ, പിന്നെന്തിനാണ് ഈ അബൂബക്കറിൻ്റെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണത്? അത് വേണ്ട നബി, കരയുകയാണ്, കരയുക. വേണ്ട നബി, വേണ്ട നബി. കണ്ടോ, ഞാനില്ലല്ലോ നബി. കണ്ടോ, ദബഹുൻ നഫ്സ്. അതാണ് കാര്യം. സീസൺ അല്ലാത്ത കാലത്ത് വളരെ ഡിലീഷ്യസ് ആയ ഫ്രൂട്ട്സുകൾ കഴിക്കുന്നത് കണ്ടപ്പോൾ മറിയം ബീവി റളിയല്ലാഹു അൻഹ കറാമത്ത് കൊണ്ട് വളരെ ഫ്രൂട്ട്സുകളൊക്കെ സംഭരിച്ച് കഴിക്കുന്ന കണ്ടപ്പോൾ സക്കരിയ നബി അലൈഹി സ്വലാം ചോദിച്ചു, അന്നാലക്കി ഹാദാ? അല്ല മറിയം, എവിടെന്നാ ഇതൊക്കെ കിട്ടിയത്? എവിടെന്നാ കിട്ടിയത്? എന്തെല്ലാം പറയാം. കറാമത്താണ്, സൂക്ഷ്മതയുള്ള ജീവിതത്തിൻ്റെ ഫലമാണ്, അധ്വാനിച്ച് കിട്ടിയതാണ്, ഉറക്കൊഴിഞ്ഞ് കിട്ടിയതാണ്, ഇബാദത്ത് ചെയ്ത് കിട്ടിയതാണ്. എന്തൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. പക്ഷേ മറിയം ബീവി പറഞ്ഞ വർത്താനം എന്താ അറിയാ? അന്നാലക്കി ഹാദാ? മറിയം, ഇത് എവിടെ നിന്ന് കിട്ടി? അപ്പൊ മറിയം ബീവിന്റെ വർത്താനം കേട്ടോ, വിനയത്തിന്റെ ആൾ രൂപം. ഉത്തരത്തിലെല്ലാം ഉണ്ട്. എന്താ ഉത്തരം എന്നറിയോ? മിന്നിന്തില്ല. അനക്കൊന്നും അറിയില്ല സക്കരിയ, അനക്കും അറിയില്ല. അത് അല്ലാഹ് തന്നെ, അനക്കൊന്നും അറിയില്ല. അല്ലാഹ് തന്നെയാണ്.
ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാണ്. ഹൗ ഡിഡ് യു ഗെറ്റ് ദിസ് ഗ്രേറ്റ് പോസ്റ്റ്? എങ്ങനെയാണ് റാങ്ക് കിട്ടിയത്? ഒന്നാമത് എനിക്ക് നല്ല ബുദ്ധിയാണെന്ന് ഉസ്താദ്മാരെല്ലാം പറയാറുണ്ട്. പിന്നെ ഡെയിലി പ്രാക്ടീസാണ്. 9 കൊല്ലത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർഡ് ആണ്. എന്താ രസമല്ലേ? ഒന്ന് അള്ളാഹ്ക്ക് വിട്ടുകൊടുത്തോളൂ നമുക്കൊക്കെ. മിൻ ഇന്ദില്ല. മറിയം ബീവിൻ്റെ വർത്താന, എനിക്കൊന്നും അറിയില്ല, അള്ളാഹ് തന്നതാണ്. ലില്ലാ ലില്ലാ. എൻ്റെ കയ്യിലുള്ള ഈ കിതാബിൻ്റെ ആദ്യ 14 പേജേ ആകെ വായിച്ചിട്ടുള്ളൂ. കിതാബിൻ്റെ പേരെന്നെ മൻതുവഫിയ മിനൽ ഉലമാഇ വഹുവ സാജിദുന്ന. ദുബായ് ഔക്കാഫ് പ്രസിദ്ധീകരിച്ച കിതാബാണ്. ഫ്രീ ആയി കിട്ടും, മുത്താലിങ്ങൾ ഉപയോഗിക്കണം. സുജൂദിൽ വഫാത്തായ ആലിമീങ്ങൾ, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഉണ്ട്, സ്വഹാബിമാരുണ്ട്, താബീങ്ങളുണ്ട്, ഇമാമീങ്ങളുണ്ട്, മുസന്നിഫീങ്ങളുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. ഒട്ടും സമയമില്ല, ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. പിന്നീട് എപ്പോഴെങ്കിലും അവസരം ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ബാക്കി പാർട്ടായ റിദ്വാനും മിനല്ലാഹ് വ മഗ്ഫിറത്തും മിനല്ലാഹ് എന്ന പാർട്ട് വിശാലമായി പഠിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെല്ലാവരെയും കബൂൽ ചെയ്യുമാറാവട്ടെ. നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.